ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു എസ്പ്രൻസ് അക്കാഡമി. അപ്പോൾ ഇന്നലെ നമ്മുടെ തൃശ്ശൂർ, കാസർഗോഡ്, പത്തനംതിട്ട LD എക്സാം ആയിരുന്നു അല്ലേ. എല്ലാവരും നന്നായിട്ട് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ തൃശ്ശൂർ ആയിരുന്നു ഞാൻ കൊടുത്തിരുന്നത്. അപ്പോൾ എൻ്റെ എക്സാമും ഇന്നലെ കൊണ്ട് LDസിൻ്റെ എക്സാം കഴിഞ്ഞു. അങ്ങനെ എക്സാംസ് എല്ലാം കഴിയുമെന്നും പറയാൻ പറ്റില്ല. ഇനി വരുന്ന എക്സാംസും കൂടി അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസും തുടങ്ങാനുണ്ട്. പക്ഷേ എന്തായാലും ലക്ഷ്യം വെച്ചിരുന്ന എക്സാം എന്തായാലും കഴിഞ്ഞു. അതിൻ്റെ ഒരു വലിയൊരു ആശ്വാസത്തിലാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചത് കൊണ്ട് എല്ലാവർക്കും ഒരു മീഡിയം ടു ടഫ് അല്ലേ, അങ്ങനെ ഒരു പേപ്പറായിരുന്നു. ഒരു മീഡിയം ടു ടഫ് പേപ്പറായിരുന്നു. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ യെസ് ഉണ്ടായിരുന്നു. എന്നാൽ തൊടാനേ പറ്റാത്ത ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അതിൽ മലയാളമാണ് കുറേ പേരെയൊക്കെ ചതിച്ചതല്ലേ. കഴിഞ്ഞ വട്ടത്തെ LD തൃശ്ശൂർ എടുത്ത് കഴിഞ്ഞാൽ മാത്സ് ചതിച്ച പോലെ ഈ വട്ടത്തെ LD കുറേ പേരെയൊക്കെ ചതിച്ചത് മലയാളമായിരുന്നു. നെഗറ്റീവ് വന്ന ഒരു മേഖലയായിരുന്നു അല്ലേ മലയാളം. അതെ, അങ്ങനെ തന്നെയായിരുന്നു. അതപ്പം അറ്റൻഡ് ചെയ്യാണ്ട് ബുദ്ധിപൂർവ്വം അത് സ്കിപ്പ് ചെയ്തവർക്കൊക്കെ നല്ല മാർക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നെഗറ്റീവാണ് പലരെയും മാർക്ക് കുറയ്ക്കാനുള്ള കാരണമായെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇതൊരു റിലേറ്റഡ് ഫാക്ട്സ് പറയൽ വീഡിയോ ഒന്നും അല്ല. കാരണം എൻ്റെ എക്സാംസ് കഴിഞ്ഞോണ്ട് ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് ജസ്റ്റ് നോക്കി പോകുന്നതേ ഉള്ളൂ. അപ്പം അടുത്ത എക്സാം ഉള്ളവർ ഇത് കാണണമെന്നില്ല. ബിക്കോസ് അവർക്ക് വേണ്ടതൊന്നും ഇതിലുണ്ടാവില്ല. അതുകൊണ്ട് ഇതെന്തൊരു വിശകലനം മാത്രമാണ്. എനിക്ക് എവിടെയാണ് തെറ്റിയത്, ഞാൻ പ്രൊവിഷണൽ കീ വെച്ചിട്ട് മാർക്ക് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് എവിടെയാണ് തെറ്റിയത്, എങ്ങനെയാണ് തെറ്റിയത്, കുറേ മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ട്. എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ടാത്ത കാര്യങ്ങളൊക്കെ, സ്കിപ്പ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ കയറി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു അനാലിസിസാണ്. ഞാൻ എന്താ ചെയ്തത്, എനിക്കെവിടെ തെറ്റ് എന്നൊക്കെയുള്ള അനാലിസിസും അവസാനം എനിക്ക് എത്ര മാർക്ക് വന്നു എന്നൊക്കെയുള്ളൊരു ഒരു അനാലിസിസ് മാത്രമുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് അടുത്ത എക്സാമുള്ളവർ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഈ വീഡിയോ കാണണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു വിദ്യാഭൂഷണി സഭ സ്ഥാപിച്ചതാരെ. എൻ്റെ എക്സാം കോഡ് C ആയിരുന്നു. ഇത് A കോഡ് എക്സാമാണ്. അപ്പോൾ ആദ്യത്തത് വിദ്യാഭൂഷണി സഭ സ്ഥാപിച്ചതായിരുന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? സഹോദരൻ അയ്യപ്പനാണ്. ഇതെനിക്ക് കിട്ടിയൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതെനിക്ക് ശരിയായുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒട്ടുമിക്ക ആൾക്കാർക്കൊന്നും ഞാൻ പറയുന്നുള്ളൂ, ശരിയാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിങ്ങനെ കണ്ടിട്ടുണ്ട്, PYQ പോലെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് നവോത്ഥാനം ആ പാർട്ട് എന്ന് പറയുന്നത് തീരെ ഒരു ബേസ് ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഞാൻ പഠിച്ചു തുടങ്ങിയ സമയത്ത് നവോത്ഥാനം പഠിച്ചിട്ടേ ഇല്ല. എല്ലാവരും പഠിച്ചു തുടങ്ങുമ്പോൾ നവോത്ഥാനം, കേരള ഫാക്ട്സ് അതൊക്കെയാണല്ലോ തുടങ്ങുന്നത്. പക്ഷെ ഞാൻ തുടങ്ങിയത് നവോത്ഥാനമോ കേരള ഫാക്ട്സോ ഒന്നുമല്ല, വേറെ പല കാര്യങ്ങളും തുടക്കം ഇട്ടത്. പിന്നെ ഇത് വേണം എന്നുള്ള രീതിയിൽ എടുത്ത് വായിച്ചതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വായിച്ചവർക്ക് പോലും, അല്ലെങ്കിൽ PYQ നോക്കിയവർക്ക് പോലും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ മാറിപ്പോവാനും മതിയല്ലോ. അപ്പം ഇത് കിട്ടാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനാണ് നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്നും വ്യത്യസ്തമാണ്. അത് നമുക്കറിയാമല്ലോ. നിയമലംഘനവും നിസ്സഹകരണമായിരുന്നു ഫസ്റ്റ് വന്നത്. അത് കഴിഞ്ഞിട്ടാണ് നിയമലംഘനം 1930 ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്നതാണ്. നിസ്സഹകരണവും നിയമലംഘനവും എന്തായാലും രണ്ട് കാര്യങ്ങളാണ്. നിസ്സഹരിക്കുക എന്ന് വെച്ചാൽ നിസ്സഹകരണം കാണിക്കുന്ന അവരുടെ ലോസൊക്കെ കോപ്പറേറ്റ് ചെയ്യാണ്ട് പോവുക, അല്ലെങ്കിൽ അവരുടെ ലോസൊന്നും കേൾക്കാണ്ട് പോവുക, പാലിക്കാണ്ട് പോകുക എന്നുള്ളൊരു മീനിങ് ആയിരുന്നു. നിയമലംഘനം അവരുടെ ഉണ്ടാക്കിയ നിയമങ്ങൾ ലംഘിക്കുക എന്നായിരുന്നു. ഉപ്പ് നിങ്ങൾക്ക് കുറുക്കാൻ പറ്റില്ല, ഞങ്ങൾ കുറുക്കും എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ നമുക്കതറിയാം. സാധാരണ ഒരാൾക്ക് വായിച്ചതിന് ലോജിക്കായിട്ട് കണ്ടുപിടിക്കാവുന്ന ക്വസ്റ്റ്യനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. അതും ഒരു സാധാരണ ഒരു വ്യക്തിക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന വളരെ ലോജിക്കായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്താണ്, രണ്ടും ശരിയായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അടുത്ത, ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇത് PYQ ആണല്ലേ. കഴിഞ്ഞ വട്ടം 2023 എന്തോ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇതേപോലെ തന്നെ ചോദിച്ച ക്വസ്റ്റ്യനാണ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ ഇത് എവിടെയാണ് സ്ഥാപിതമായത്? മഹാരാഷ്ട്രയിലാണ് സ്ത്രീ സർവകലാശാല സ്ഥാപിതമായത്. കാർവെയാണല്ലേ സ്ഥാപിച്ചത്. അടുത്തത് നമ്മുടെ സ്വരാജ് പാർട്ടി സ്ഥാപിച്ചതായിരുന്നു. ഇതും വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. CR ദാസും മോത്തിലാൽ നെഹ്റു 1923 സ്ഥാപിച്ചാണ് സ്വരാജ് പാർട്ടി. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി, ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. ഇത് അവർ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവമായാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇത് ശരിക്കും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് എന്താ ഈസി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പഠിക്കുന്ന ഒരാൾക്ക് ഈസി തന്നെയാണ്. ഇതിന് പകരം ഇത് ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് നമ്മുടെ ഗ്ലോറിയസ് റെവല്യൂഷനുമായിട്ട് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് ഏത് സ്ഥലത്തേക്കാണ് പലായനം ചെയ്തതെന്ന് ചോദിച്ചായിരുന്നെങ്കിൽ അവിടെ ഒരു ട്വിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ വന്നു തന്നെയായിരുന്നു. കാരണം എല്ലാവർക്കും അങ്ങനെ ഫ്രാൻസ് എന്നുള്ള രീതിയിൽ ആൻസർ എത്തണമെന്നില്ല.
അപ്പോൾ അതങ്ങനെ ചോദിച്ചിട്ടില്ല അവർ, വളരെ ബേസിക് ആയിട്ട് തന്നെയാണ് ചോദിച്ചത്. ആൻസറൊക്കെ തന്നു. അതിനുശേഷം ഇത് ഏതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് റെവല്യൂഷനാണ് ചോദിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഗ്ലോറിയസ് റെവല്യൂഷൻ 1888 ഇംഗ്ലണ്ട് റെവല്യൂഷൻ, രക്തരഹിതമായ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഇതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏതാണെന്ന്. ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാവുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കുക, അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. ഇതിലേതാണ്? ഇത് നമുക്ക് മനസ്സിലാവുന്നൊരു ലോജിക്കായിട്ട് നമുക്ക് തിങ്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഐക്യരാഷ്ട്രസഭ UNO ആണ്. UNO ഫോം ചെയ്തതിന് സെക്കൻഡ് വേൾഡ് വാർ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അടുത്തൊരു വേൾഡ് വാർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്നൊക്കെ ഉള്ളത് നമ്മൾ WTO ആയിട്ടൊക്കെ ബന്ധപ്പെട്ടതൊക്കെ ആയിരിക്കും. ഇതുമായിട്ട് എന്തായാലും ബന്ധപ്പെട്ടില്ല. ഇതൊരു പീസ് ഓർഗനൈസേഷനാണ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ലോജിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത, പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളിയേത്. ഇതിൽ നമ്മൾ പുറന്തോടുണ്ട്, മാൻഡിലുണ്ട്, ആന്തര അകക്കാമ്പുണ്ട്, ബാഹ്യ അകക്കാമ്പുണ്ട്. പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ എന്ന് വായിച്ച് അതിൽപ്പെട്ടവർക്ക് ചിലപ്പോൾ എന്താ പുറന്തോടല്ലേ, ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നൊക്കെ അറിയപ്പെടുന്ന പുറന്തോടല്ലേ എന്ന് തോന്നാം. പക്ഷെ അത് കഴിഞ്ഞുള്ളതോടെ വായിക്കണം. വ്യാപ്തിയുടെ 84% എന്ന് പറയുമ്പോൾ എന്തായി? ഏറ്റവും കൂടുതൽ പോർഷൻ ആയില്ലേ? നമുക്കറിയാലോ ഏറ്റവും കൂടുതൽ പോർഷൻ എന്ന് പറയുന്നത് മാൻഡലാണ്. അപ്പോൾ അത് വെച്ചിട്ട് എടുത്താൽ മതി. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരേണ്ട ഒരു ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ പോർഷൻ അടങ്ങിയിരിക്കുന്നത് മാൻഡലാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ എടുത്താൽ മതി. മാൻഡലാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഇനി പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ അത് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യനാണ്. ബേസിക് ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് കറുത്ത മണ്ണാണ്. ഇനി ഡെക്കാൻ ട്രാപ്പ് മേഖല എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായി രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്? ഇത് NCERT പോയിന്റ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം NCERT വായിച്ചപ്പോൾ ഞാൻ ഇതൊരു സംഭവം കണ്ടിരുന്നു. പക്ഷേ ഇത് ഭയങ്കര ഡൗട്ടല്ല, എനിക്കറിയാം. ഒന്നെങ്കിൽ ഓപ്ഷൻ A അല്ലെങ്കിൽ ഓപ്ഷൻ B ആണ്. പിന്നെ എനിക്കറിയാമായിരുന്നു മീസോസോയിക് കാലഘട്ടം വരെ മരുഭൂമിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുല്യ, നീ ഇത് എഴുതരുത്, നിനക്ക് തെറ്റും. കാരണം മീസോസോയിക്ക് എന്തായാലും മരുഭൂമിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഡെക്കാൻ ട്രാപ്പ് അല്ല. കാരണം ഇതേ ക്വസ്റ്റ്യൻ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ആണോ എന്തോ ഈ പോയിന്റ് കണ്ടിട്ടുണ്ട്. അപ്പോഴും ഞാൻ വിചാരിച്ചു മീസോസോയിക് കാലഘട്ടം ഞാൻ എന്തോ ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മീസോസോയിക് കാലഘട്ടം ഇതല്ലല്ലോ, മരുഭൂമിയായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ എന്നൊക്കെ ഞാൻ തിരുത്തി പഠിച്ച ഒരു കാര്യമായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ചു എന്നാൽ വേണ്ട, റിസ്ക് എടുക്കണ്ട, നമുക്ക് ഒന്നും ഇടണ്ടെന്ന് വെച്ച് ഒന്നും ടിക്ക് ചെയ്യണ്ട, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാമെന്ന് വെച്ചിട്ട് അവസാനം വരെ വെച്ചു. വാർണിംഗ് ബെല്ലും അടിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട, ചെയ്തേക്കാം, വെറുതെ ഇതിനെ റിസ്ക് എടുക്കുക, ചെയ്തേക്കാം, റിസ്ക്കും എടുക്കണ്ട, ചെയ്തേക്കാം. എന്താ മീസോസോയിക് കാലഘട്ടം അതല്ല മരുഭൂമി എന്നറിയാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, വേണ്ട, റിസ്ക് എടുക്കണം, ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആയിരിക്കത്തില്ല. ഈ B നമുക്ക് വിചാരമുള്ളൂ, B ഇതാ എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. അപ്പം റിസ്ക് എടുക്കേണ്ട. ഈ മരുഭൂമി എന്ന് പറഞ്ഞാൽ ഡെക്കാൻ ട്രാപ്പിന് തൊട്ട് മുകളിൽ കിടക്കുന്ന ഒരു മേഖലയാണല്ലോ. അപ്പോൾ ഈ ഗുജറാത്ത് ഭാഗങ്ങളും മരുഭൂമിയാണല്ലോ. അപ്പം ആ ഒരു രീതിയിൽ ചിലപ്പോൾ വന്നതാണെങ്കിലോ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിലൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഓപ്ഷൻ A കൊടുക്കാമെന്നുള്ള രീതിയിൽ ഓപ്ഷൻ A കറപ്പിച്ചു. വളരെ ഗംഭീരമായിട്ട് അത് തെറ്റുകയും ചെയ്തു. ഓപ്ഷൻ B ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അങ്ങനെ അത് തെറ്റി. അവസാന നിമിഷം കൊണ്ട് ഞാൻ ഇട്ടതാണ്. അത് വേണമെങ്കിൽ എനിക്ക് B ഇട്ടാൽ മതിയായിരുന്നു. പക്ഷേ എന്നാലും ഒരു മനസ്സ് പറഞ്ഞു വേണ്ട, ചിലപ്പോൾ A ആണെങ്കിലോ, ശരി നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിലോ, അപ്പോൾ വെറുതെ റിസ്ക് എടുക്കണം എന്ന് വെച്ചിട്ട് ഞാൻ പോയി A ഇട്ടു. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇനി ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? അതും വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. സ്ട്രാറ്റോസ്ഫിയർ ആണ്. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നത് വിവിധ വൈവിധ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെൻറ്റിൻ്റെ ഉൽപ്പാദനത്തിന് പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണെന്ന്. ഇങ്ങനെ ഇത്രയും വായിച്ച് കഷ്ടപ്പെടണ്ട. ടൈറ്റാനത്തിൻ്റെ അയിര് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോക്സൈറ്റ്, കൽക്കരി, ഇൽമനൈറ്റ്, ചെമ്പ് ഏതാണ്? ഇൽമനൈറ്റ് ആണ്. ഇത് ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടൈറ്റാനത്തിൻ്റെ അയിര് ഏതാണെന്ന് മാത്രം അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തീകരിച്ച ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഈ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റണേ ഉണ്ടായിരുന്നില്ല. ഇതിലെനിക്ക് എല്ലാ 4 ഓപ്ഷനിലും എനിക്ക് കൺഫ്യൂഷനായിരുന്നു, ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അവസാനം ഞാൻ ഫിൽട്ടർ ചെയ്ത് മഹാരാഷ്ട്രയിലും തെലങ്കാനയിലേക്കും എത്തിച്ചു. എന്നിട്ടും ഞാൻ വിചാരിച്ചു വേണ്ട, അറ്റൻഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ എന്നാലും ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്കിത് അറ്റൻഡ് ചെയ്യാണ്ടിരിക്കാൻ തോന്നിയതേയില്ല. അവസാനം ഞാൻ നമുക്ക് മിക്ക ക്വസ്റ്റ്യനും ശ്രദ്ധിച്ചാൽ മതി, സ്റ്റേറ്റുമായിട്ട് റിലേറ്റഡുള്ള മിക്ക ക്വസ്റ്റ്യനിലും മഹാരാഷ്ട്ര ഒരു ഓപ്ഷൻ ഉണ്ടാവും. എനിക്ക് മഹാരാഷ്ട്ര കുത്താൻ ഭയങ്കര ടെൻഡൻസിയാണ്. അപ്പോൾ അത് ആ ക്വസ്റ്റ്യൻ ഉണ്ടോ ഇല്ലയോ
അതുമായിട്ട് റിലേറ്റഡ് ആണോ ഇല്ലയോ എന്ന് ഒന്നും അറിയണ്ട. എനിക്ക് മഹാരാഷ്ട്ര കുത്താൻ ഏത് ക്വസ്റ്റ്യൻ വന്നാലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിൽ മഹാരാഷ്ട്ര ഓപ്ഷൻ ഉണ്ടെങ്കിൽ മഹാരാഷ്ട്ര കുത്താൻ ഭയങ്കര ടെൻഡൻസിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് PSCക്ക് അറിയാമെന്ന് തോന്നുന്നു. ഇങ്ങനെ മഹാരാഷ്ട്ര കുത്താൻ വേറെ കുറേ ആൾക്കാർക്ക് ടെൻഡൻസി ഉണ്ടാവും, കുറേ എനിക്ക് മാത്രമേ ആയിരിക്കത്തില്ല, ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് ഉണ്ടാവും. അങ്ങനെ ഞാൻ തെലങ്കാനയല്ല മഹാരാഷ്ട്രയാണ് എന്നുള്ള രീതിയിൽ നിഗമനത്തിലെത്തി. അവസരം മഹാരാഷ്ട്ര ഇട്ടു. പക്ഷേ ഫൈനൽ കീ വന്നപ്പോൾ ആൻസർ കർണാടകയായിരുന്നു. അതാണ് ഒരു ട്വിസ്റ്റ്. അങ്ങനെ അതും വളരെ ഗംഭീരമായിട്ട് തെറ്റി. സ്കിപ്പ് അടിക്കേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു, സ്കിപ്പ് അടിച്ചില്ല, അതും തെറ്റിച്ചു. അടുത്ത ഇന്ത്യയിൽ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം നമുക്ക് എല്ലാവർക്കും അറിയാം, 1951 ഏപ്രിൽ 1-നാണ് ആരംഭിച്ചത്. 56 വരെയായിരുന്നു. ഇനി നീതി ആയോഗ് സ്ഥാപിതമായ വർഷം ബേസിക് ക്വസ്റ്റ്യൻ ആണ്. 2015 നീതി ആയോഗ് ആരംഭിച്ചത്. ഇനി ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാമാണ്? സാമ്പത്തിക വളർച്ച, സാമൂഹിക സമത്വം, സ്വയം പര്യാപ്തതയും ആധുനികവൽക്കരണം. ഇതൊക്കെ എന്താണ് SCRTയിലുള്ള അതേ പോയിന്റുകൾ തന്നെയാണ്. എന്നാൽ മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാം ശരിയാണ്, കുറേ വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. ഇനി ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ആരാണ്? ഈ ക്വസ്റ്റ്യൻ എപ്പോൾ വന്നാലും ഞാൻ തെറ്റിക്കും. ഇത് ഞാൻ കുറേ വട്ടം ചെയ്തിട്ടുണ്ട്. നമ്മുടെ തൊഴിൽ വാർത്ത ഇതാണെങ്കിലും എൻട്രിയിലാണെങ്കിലും ഒക്കെ ഈ ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുള്ള ക്വസ്റ്റ്യനാണ്. എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ തെറ്റിച്ചു, അതാണ് വേറൊരു കാര്യം. എത്ര തെറ്റിച്ചാലും പഠിക്കില്ല എന്നൊക്കെ പറയുന്നത് ഇതായിരിക്കും. ഇന്ത്യയിൽ GDP കണക്കാക്കുന്നതിൽ NSSOയും RBI അല്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ CSOയും കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് ഓപ്ഷൻ ഉള്ളത്. എനിക്കറിയാം CSO ആണ് നമ്മുടെ നാഷണൽ ഇൻകം കണക്കാക്കുന്നതിൽ CSO ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഞാൻ വെച്ചു നാഷണൽ ഇൻകം അല്ല അത് കണക്കാക്കുന്നത്, GDP അല്ലല്ലോ. GDP നമുക്ക് വർഷം തോറും വരുന്ന വാർഷിക റിപ്പോർട്ടല്ലേ, അത് ചിലപ്പോൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഇട്ടു. ബട്ട് ദി ആൻസർ വാസ് CSO. അങ്ങനെ അതും തെറ്റിട്ടുണ്ട്. അത് ഈ ക്വസ്റ്റ്യൻ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. അവസാനം മെയിൻ ആൻസറിലും തെറ്റിച്ചു എന്നുള്ളതാണ് സത്യം. അടുത്ത ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരെന്താണ്? അത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു ലോജിക്കായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ കൊടുക്കാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. പക്ഷേ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ലോജിക്കായിട്ട് ചിന്തിച്ചാലും ചിലപ്പോൾ അതായിരിക്കില്ല. പക്ഷേ ഈ കേസിൽ അത് തന്നെയാണ്, ഡിജിറ്റൽ ഇന്ത്യയാണ്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് ഡിജിറ്റൽ ഇന്ത്യ. അപ്പം ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. മേക്ക് ഇൻ ഇന്ത്യ ഒക്കെ നമുക്കറിയാലോ, ഇന്ത്യയിൽ തന്നെ സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇമ്പോർട്ട് കുറച്ചിട്ട് ഇന്ത്യയിൽ തന്നെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി. സ്റ്റാർട്ടപ്പ് ഒക്കെ ലിറ്റിൽ കൈറ്റ്സ് ഒക്കെ നമ്മുടെ ഇവിടുത്തെ പദ്ധതിയാണ്. അപ്പോൾ അതൊന്നും അല്ല, നമുക്ക് മനസ്സിലാവും. അടുത്ത ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി ആരാണ്? വളരെ ബേസിക് ആയിട്ട് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്. ഇനി നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാനും വളരെ ബേസിക് ആണ്, സുമൻ ബറിയാണ്. ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു, സമത്വം, സാഹോദര്യം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു, അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. ഏതാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലറും കൂട്ടിച്ചേർത്തു, പിന്നെ അഖണ്ഡത എന്ന പദവും കൂട്ടിച്ചേർത്തു. അപ്പോൾ 1, 3 ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്. എന്തൊക്കെ എൻ്റെ ശരിയാണ് കേട്ടോ, അതാണ് ഞാൻ പറയാത്തത്. അബദ്ധം പറ്റിയത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടന നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആരെന്ന് കണ്ടു. എന്നിട്ട് രാജ്കുമാരി അമൃത് കൗർ ഓപ്ഷൻ A കണ്ടു. എന്തായാലും രാജ്കുമാരി അമൃത് കൗർ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു, കാരണം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് മന്ത്രിസഭയിൽ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നു ഇവർ. ഇതിലുണ്ടായിരുന്നു. പിന്നെ ദേശ്മുഖ്, കൃപലാനി, ഇങ്ങനെ സുജാത കൃപലാനി അവരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചു. ഞാൻ ആൾക്കാർ ആരൊക്കെ ഉണ്ടെന്നിൽ കുറച്ചൊക്കെ ഞാനിങ്ങനെ ഐഡിയ വെച്ചിരുന്നു. ഇങ്ങനെ ദേശ്മുഖിൻ്റെ ഭാര്യ, കൃപലാനിൻ്റെ സുജാത കൃപലാനി, അങ്ങനത്തെ കുറച്ച് ആൾക്കാരും പിന്നെ നമ്മുടെ രാജ്കുമാർ അമൃത് കൗർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ പക്ഷേ ഈ എന്നിട്ട് ഞാൻ ഇങ്ങനെ അത് കണ്ടപ്പോൾ ഓക്കെ അതെന്തായാലും ഉണ്ട്. പിന്നെ അമ്മുക്കുട്ടി സംവിധാനം അതെന്തായാലും ഉണ്ടല്ലോ. പിന്നെ രേണുക റായാണ് ഞാൻ കാണുന്നത്. അക്കാമച്ചെറിയ ഞാൻ കാണുന്നേ ഇല്ല. അതാണ് പ്രത്യേകത. ഞാൻ ഈ ഒരു C ഓപ്ഷൻ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ എന്നിട്ട് രേണുക റായ് കാണുകയും രേണുക റായ് അല്ല എന്നൊരു നിഗമനത്തിൽ എത്തുകയും ചെയ്തു. രേണുക റായിൽ എൻ്റെ കണ്ണ് പോയിട്ട് അതല്ല. പിന്നെ അമ്മുക്കുട്ടിയിൽ ആ കുട്ടി എന്നുള്ള പേരുണ്ടല്ലോ, അപ്പോൾ ഞാൻ അതിലും എന്നൊരു സ്ട്രൈക്ക് ചെയ്തു. കുട്ടി ചിലപ്പോൾ ഉണ്ടോ, അതവർ തെറ്റിക്കാൻ ചിലപ്പോൾ തന്നിരിക്കുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ സ്ട്രൈക്ക് ചെയ്ത് രേണുക റായ് കണ്ടു. അതിൽ തന്നെ ഇതൊരു റെയർ ക്വസ്റ്റ്യൻ ആണ്, ഇതങ്ങനെ ആരും അറ്റംപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ അത് നോക്കിയത് എന്ത് ഭാഗ്യമായി, എനിക്ക് മാത്രമേ ഇത് കിട്ടും എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ പോയിട്ട് രേണുക റായിനെ ഇട്ട് അവിടെ ചിരിച്ചിരുന്നു. പക്ഷേ അക്കാമച്ചെറിയാൻ സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എക്സാം എല്ലാം കഴിഞ്ഞ ശേഷം അനാലിസിസ് നമ്മൾ നോക്കുമ്പോഴാണ് അക്കാമച്ചെറിയാൻ ഉണ്ടായിരുന്നു ഇതിൽ എന്ന് വിചാരിച്ചു. പക്ഷെ മിക്കുള്ളവർക്കും തെറ്റാണ്, കാരണം ആനി മസ്ക്രീൻ, അക്കാമച്ചെറിയാൻ അങ്ങനെ 2 പേരുടെ ഇടയിൽ കൺഫ്യൂഷൻ വരുന്നവരുണ്ട്. പക്ഷേ എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷനേ പഠിക്കുമ്പോൾ ഉണ്ടായിട്ടില്ല, എക്സാം ചെയ്യുമ്പോഴുണ്ട്. കാരണം എക്സാം ചെയ്യുമ്പോൾ ഇവരുടെ 3 പേര് എടുത്തിട്ട് അക്കാമച്ചെറിയൻ്റെ പേര് കൊടുക്കില്ല. അപ്പോൾ നമ്മൾ അക്കാമച്ചെറിയാൻ നൈസായിട്ട് ഇട്ടിട്ട് മാർക്ക് വാങ്ങിക്കാറുള്ളതായിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ അതിൽ അക്കാമച്ചെറിയ എന്നുള്ള ഓപ്ഷൻ കണ്ടില്ല എന്നതാണ് പരമമായ ഒരു സത്യം. പക്ഷേ മിക്കുള്ളവരും
തെറ്റിക്കാനും ശരിയാക്കാനും പറ്റിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. കൺഫ്യൂഷൻ വരാൻ എന്ന് വെച്ചാൽ ചിലർക്ക് ഇത് പഠിക്കുന്നതില്ല അനിമസ്ക്രീൻ ആണോ നോക്കാം, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാവുന്ന ക്വസ്റ്റ്യൻ ആണ് നന്നായിട്ട് പഠിച്ച് വെച്ചില്ലെങ്കിൽ. എന്തായാലും അതും പോയിട്ടുണ്ട് എൻ്റെ. ഇനി കൂടുതൽ അധികാരത്തോട് കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാതന്ത്ര്യത്തിൽ രൂപം കൊണ്ടത്? കാനഡയാണ് ഇന്ത്യൻ ഫെഡറലിസം രൂപം കൊണ്ടത്. ഇനി ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതിന് ആൻസർ 2ഉം 3ഉമാണ് ശരി. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭയിലും രാജ്യസഭയിലും തിരഞ്ഞെടുക്കപ്പെട്ട നോമിനേറ്റഡ് എല്ലാ അംഗങ്ങളും എന്നുള്ള ആൻസറാണ്. ഞാൻ ഈ എക്സാമിന് മുന്നേ ചുമ്മാ ഒന്ന് പ്രഡിക്റ്റ് ചെയ്തത്, വെറുതെ ഒരു കളിയല്ലേ, വെറുതെ പ്രഡിക്റ്റ് ചെയ്ത് എന്തായാലും പ്രസിഡന്റിനെ പറ്റി ചോദിക്കും എക്സാമിന് എന്ന് പറഞ്ഞ് പ്രഡിക്റ്റ് ചെയ്തു. പക്ഷെ പ്രസിഡന്റ് ആയിരുന്നില്ല, വൈസ് പ്രസിഡന്റ് ആയിരുന്നു ചോദിച്ചത്. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നത് സംസ്ഥാന ലിസ്റ്റിൽ പെടാത്തതാണ്. കൃഷി, വ്യാപാരം, വാണിജ്യം, പൊതുജനാരോഗ്യമൊക്കെ പെടുന്നതാണ്. വനം പെടത്തില്ല. വനം, വന്യജീവി, വിദ്യാഭ്യാസം ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. ഇതൊന്നും ഇതിൽ സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു പണ്ട്, പക്ഷെ അതെന്താക്കി കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ അതൊക്കെ പഠിക്കുന്ന ഒരാൾക്ക്, നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അപ്പോൾ അത് അറിയാവുന്ന ഒരാൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണെന്ന് ചോദിച്ചാൽ 4 വർഷത്തേക്കാണ് കേട്ടോ. അടുത്ത ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ ആന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരാണ്? അത് പോർച്ചുഗലാണ്. നമ്മളെപ്പോഴും ആന്റോണിയോ ഗുട്ടറസിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഏത് രാജ്യക്കാരനെന്നായിരിക്കും, അപ്പോൾ അത് പോർച്ചുഗലാണ്. ഇതും അത്യാവശ്യം എല്ലാവരും ചെയ്യുന്ന ദിവസം തന്നെയാണ്. ഇനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. നിലവിലെ അംഗസംഖ്യ 9ആണ്. ഉപാധ്യക്ഷൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. എന്തായാലും ഓപ്ഷൻ 3 തെറ്റാണെന്നറിയായിരുന്നു. കാരണം അതിൻ്റെ ഉപാധ്യക്ഷൻ ആരാണ്? റവന്യൂ മന്ത്രിയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അധ്യക്ഷൻ മുഖ്യമന്ത്രി എന്നറിയാം. പക്ഷേ ഇവരൊരു നമുക്ക് ഇത് ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല. ചിലർ പറയും എലിമിനേഷൻ ടെക്നിക്കിലൊക്കെ, ചിലരല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ ആൻസർ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് കിട്ടാറുണ്ട്. പക്ഷേ ഇതിൽ എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാലും 3 തെറ്റായതുകൊണ്ട് തന്നെ ഓപ്ഷൻ എയും ഡിയും പോയി എന്ന് പറഞ്ഞിട്ട് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ദേ വരുന്ന ഓപ്ഷൻ ബിയും സിയും. എന്നിട്ട് ഞാൻ എന്താ ചെയ്തു, ഓപ്ഷൻ ബിയും സിയിലും സ്റ്റക്കായിപ്പോൾ. കാരണം നിലവിൽ ഇനി അംഗസംഖ്യ കുറവോ കൂടുതലോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ ഡൗട്ടായിപ്പോയി. 10ൽ കൂടുതൽ ആൾക്കാർ, ഇതേ ദുരന്ത നിവാരണമല്ലേ, മറ്റേ വിവരാവകാശത്തിൽ 10ൽ കൂടുതൽ ആൾക്കാർ പറ്റില്ല. അപ്പം നിലവിൽ കേരളത്തിൽ 8 പേരേ ഉള്ളൂ, അങ്ങനെ എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ദുരന്ത നിവാരണത്തിൽ ശരിക്കും 10ആണ് അംഗസംഖ്യ വരുന്നത്. ഞാൻ അതൊന്നും ആലോചിക്കാൻ പോയില്ല. നിലവിൽ എന്നൊരു വാക്കും കണ്ടു, നിലവിൽ ഇനി വേറെ എന്തെങ്കിലും ആണോ, 10ൽ കുറവാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് 2 തെറ്റാണ് 2 ശരിയാണ്, നിലവിൽ 9 എന്നുള്ള രീതിയിൽ 2 ശരിയാണ് എന്നുള്ള രീതിയിൽ ഞാൻ എത്തുകയും ഓപ്ഷൻ ബി ഇടുകയും അതും തെറ്റുകയും ചെയ്തു. അടുത്ത കാലക്രമത്തിൽ എഴുതുക. കൊച്ചി കുടിയായ്മ നിയമം 1914, മലബാർ 1929, പണ്ടാര പട്ടവിളംബരം 1865, കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ആ 3 അറിയാമെന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഓപ്ഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാമെന്നുണ്ടായിരുന്നു. ഇതൊരു എലിമിനേഷൻ ടെക്നിക്ക് തന്നെയാണ്. പക്ഷേ ഒന്നും അറിയാത്ത ഒരാൾക്ക് ഇതിൽ എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ 3 അറിഞ്ഞിരിക്കണം. എന്നാലല്ല ഈ 3 റാങ്കിങ് വെച്ചിട്ട് ഈ ഓപ്ഷൻ എ എന്നുള്ളൊരു നിഗമനത്തിലേക്ക് ഒരാൾക്ക് എത്താൻ പറ്റുള്ളൂ. ഇനി 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമവും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക. ഇത് ഞാൻ എനിക്കൊരു ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് എഴുതിയ ഒരു ക്വസ്റ്റ്യൻ ആണിതെന്ന് തോന്നുന്നു. ഞാൻ ഇത് എഴുതേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു ഇത് എഴുതാം. കാരണം അങ്ങനെ ആരും അറ്റംപ്റ്റ് ചെയ്യില്ല. അപ്പം നമുക്ക് അറ്റംപ്റ്റ് ചെയ്ത് ശരിയായാലോ, എന്താ പറയുക, ഒരിത് നമ്മുടെ ഭാഗ്യ പരീക്ഷണം എന്നുള്ള രീതിയിൽ എടുക്കാന്നുള്ള രീതിയിൽ ഈ അപ്പലേറ്റ് ട്രൈബ്യൂണൽ രൂപീകരണം ഞാൻ കണ്ടത്. എന്നും കെയർലെസ് ആണ് ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. ഞാൻ അപ്പലേറ്റ് ട്രൈബ്യൂണൽ അല്ല കണ്ടത്, ഞാനത് റിപ്പോർട്ട് എന്ന രീതിയിലാണ് വായിക്കുന്നത്. അപ്പലേറ്റ് ട്രൈബ്യൂണലിനല്ല, റിപ്പോർട്ട് എന്ന രീതിയിൽ വായിച്ചിട്ട്, റിപ്പോർട്ട് എന്തായാലും ഒരു സുപ്രധാന നിയമത്തിൽ അവസാനം ഭാഗത്താണല്ലോ റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ എന്തായാലും 21 റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്നുള്ള നിഗമനത്തിലെത്തി ഞാൻ. അങ്ങനെ എന്തായാലും ഡി ഓപ്ഷൻ 4 വരും. അപ്പോൾ ഈ ഓപ്ഷൻ 2 എന്നുള്ള ഇതിലെത്തി. പിന്നീട് ഞാൻ നമ്മുടെ 2G അതിലാണല്ലോ ഇനി വ്യത്യാസമുള്ളത് ഓപ്ഷൻ എ. അപ്പോൾ 2G അല്ലെങ്കിൽ ജെ എന്താണോ എന്തോ അതെന്ന് പറയുന്നത് എന്തായാലും മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനുള്ള പ്രചരണം അതെന്തായാലും വരത്തില്ല. ആദ്യം തന്നെ പൗരന്മാരുടെ വയസ്സിനെ പറ്റി പറയും എന്നുള്ള രീതിയിൽ മനസ്സിലായി എനിക്ക്. എന്തായാലും അത് ഫസ്റ്റ് ഓപ്ഷൻ വരില്ല, ഇത് വരില്ല, ഇതേ വരുള്ളൂ എന്ന് വിചാരിച്ചു. 60 വയസ്സ് അവരെ പറ്റി എന്തെങ്കിലും ഇൻട്രൊഡക്ഷൻ വേണമല്ലോ, അപ്പോൾ അതേ വരുള്ളൂ എന്ന രീതിയിൽ എന്തായാലും A2 എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ഓപ്ഷൻ എ കൊടുത്തു. പക്ഷേ അത് തെറ്റിട്ടുണ്ട്. അതിൻ്റെ ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എന്താണ്, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും പ്രചരണവുമാണ്. ഓപ്ഷൻ 19 അല്ലേ, അല്ല 19 അല്ല 15
നമ്മുടെ അപ്പലേറ്റ് അതോറിറ്റി എന്നല്ല ഞാൻ വായിച്ചത്, റിപ്പോർട്ട് എന്നൊക്കെയാണ് വായിച്ചത്. വെറുതെ ഒരു ആവശ്യവുമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിപ്പോയി. നൈസായിട്ട് സ്കിപ്പ് അടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ഞാൻ കൊണ്ടുപോയി എഴുതി തെറ്റിച്ചു വെച്ചു. ഇനി തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലാണ്. ഇത് ഞാൻ ആ എക്സാമിൻ്റെ രാവിലെ എൻ്റെ ബുക്കിൽ സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ആദ്യഘട്ട തൊഴിലുറപ്പ് എവിടെയൊക്കെയാണ് ആരംഭിച്ചതെന്ന്. എനിക്കത് കറക്റ്റായിട്ട് സ്റ്റേറ്റുകളൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. പക്ഷെ എന്തായാലും അതിനകത്തിൽ കാസർഗോഡ് ഉണ്ട്, വയനാട് ഉണ്ടെന്നൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് എഴുതി വെച്ചൊക്കെ ഞാൻ ശരിയാണെന്ന് അറിയില്ല. അപ്പോൾ അത് ഞാൻ വയനാട്, കാസർഗോഡ് എന്തായാലും ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. എന്നിട്ട് അടുത്തത് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ചുമതല ഗ്രാമപഞ്ചായത്താണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. തൊഴിലുറപ്പ് പദ്ധതി മാതൃകയിൽ കേരളത്തിൽ നഗരങ്ങളിൽ എന്താണ് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതിയാണ്. അതും ശരിയാണ്. അപ്പോൾ 2, 3 എന്തായാലും ശരിയാണെന്ന് അറിയാം. തെറ്റല്ലേ ചോദിച്ചത്. അപ്പോൾ പിന്നെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് മാത്രമാണ് തെറ്റെന്നുള്ള രീതിയിൽ. ഇത് വായിക്കാത്തത് ആദ്യത്തെ ഓപ്ഷൻ അറിയാത്ത ഒരാൾക്കും 2, 3 ഓപ്ഷൻ അറിയാവുന്ന ഒരാൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 2, 3 ഓപ്ഷൻ ലോജിക്കലി നമുക്ക് ഇപ്പോൾ ഈ MG, RE, GPനെ പറ്റി അറിയാത്ത ഒരാൾക്കും ലോജിക്കായിട്ട് 2, 3 ശരിയാണെന്നുള്ള നിഗമനത്തിൽ എത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ തെറ്റായ ഓപ്ഷൻ 1 ആയിരുന്നു. ഇനി കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള ശിക്ഷണ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതാണ്? ഓക്കെ, അതിൽ കേരള സർവീസ് റൂൾ 1959 ഭാഗം 1 ഇതിലേതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഒരു നോക്കിപ്പോയവർക്ക് മാത്രമേ കിട്ടുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഇതിനെപ്പറ്റി പറയുന്നത് കേട്ടോ. ആസ്വദിക അമൃത മഹോത്സവവുമായി ബന്ധപ്പെട്ട വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ഈ ക്വസ്റ്റ്യൻ ഞാൻ അറ്റംപ്റ്റ് ചെയ്തില്ല കേട്ടോ, 31st. അതും ഞാൻ വേണമെങ്കിൽ അറ്റംപ്റ്റ് ചെയ്തേനെ, കുറച്ച് സമയം ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ ആ കുറച്ച് സമയം എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ വെച്ച് വേണ്ട, ഇത് വിട്ടേക്കാവുന്ന രീതിയിൽ വിട്ടു ഞാൻ. ഇനി ആസ്വദിക അമൃത മഹോത്സവവുമായി ബന്ധപ്പെട്ട വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ സമ്മാൻ സേവിങ് സർട്ടിഫിക്കറ്റ് ആണ്. എന്തായാലും സുകന്യ സമൃദ്ധി യോജന ഒന്നുമല്ല, നമുക്കറിയാം. പിന്നെ ഇത് വായിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ അത് കിട്ടി. അത് 2024 കേരള ബജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കി? ഇത് വായിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഉന്നതി മിഷൻ. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അത് തോന്നും ഇതാണെന്ന്. പക്ഷെ നമ്മുടെ തോന്നലായിരിക്കത്തില്ല ആൻസർ എന്നൊരു സംഭവമാണ് വിദ്യാജ്യോതി വായിക്കുമ്പോൾ നമുക്ക് തോന്നും അത് പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കാണ്. പക്ഷെ അതൊരിക്കലും പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കല്ല. അപ്പോൾ അതേപോലെ ഉന്നതി മിഷൻ ഞാൻ വായിച്ചപ്പോൾ എനിക്കത് പട്ടികവർഗ്ഗക്കാർക്കാണെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഞാൻ എന്ത് വിചാരിച്ചു, അല്ല, നമ്മുടെ തോന്നൽ ചിലപ്പോൾ എല്ലാം ശരിയാവണമെന്നില്ല. ഉന്നതി കേട്ടിട്ടുണ്ട്, പക്ഷെ ഉന്നതി എന്തായാലും അവരോട്ട് ബന്ധപ്പെട്ടതല്ല, വിദ്യാർത്ഥികളാണെന്ന് ഞാൻ ഉറപ്പിച്ചു, വിദ്യാർത്ഥികൾ തന്നെ. പിന്നെ കുറച്ചും കൂടെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഭിന്നശേഷിക്കാരായിരിക്കും. എന്നിട്ട് ഞാൻ വേണമെങ്കിൽ എനിക്ക് ഇത്രയും കൺഫ്യൂഷൻ വരുമ്പോൾ എനിക്കത് ഓപ്ഷൻ സ്കിപ്പ് അടിക്കായിരുന്നു, പക്ഷേ സ്കിപ്പ് അടിക്കാൻ എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഞാൻ അത് ഭിന്നശേഷി ഇട്ടു. പക്ഷെ അതും നൈസായിട്ട് തെറ്റിച്ചു. അതും വായിച്ചിട്ടുള്ള 2, 3 വട്ടം വായിച്ചിട്ടുള്ള സ്കീമാണ് ഉന്നതി. അതിപ്പോൾ അതിൻ്റെ ആൻസർ പട്ടികവർഗ വിഭാഗക്കാരായിരുന്നു, അതും തെറ്റി. ഇനി കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിലെ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലറ്റോണിൻ. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയിൽ എല്ലാവർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് പഠിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതൊക്കെ അറിയാവുന്നതാണ്, SAT-ലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇന്ത്യയിലെ 3 എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ D ആണ്. ഇൻഡോ ബർമ, വടക്ക് കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം, അതിൻ്റെ കൂടെ ഒരു സുഡറ്റൻ ലാൻഡും കൂടെ വരും. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. ഇനി താഴെ പറയുന്നതിൽ ജീവകം സേയുടെ പ്രസ്താവന അല്ലാത്തത് ഏതാണ്? ഈ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. PYQ ആണോ അതോ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാണോ എന്ന് എനിക്കറിയില്ല. അന്ന് എനിക്ക് ഡൗട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അന്ന് കുറേ നിഗമനങ്ങളിലെത്തി ഞാൻ. എന്നിട്ട് ഞാൻ നന്നായിട്ട് പഠിച്ചു വെച്ചു, ഇതാണെന്ന് പറഞ്ഞിട്ട് പഠിച്ചു വെച്ചു. പക്ഷെ എന്നാലും എക്സാമിന് വന്നിരുന്നപ്പം എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. എന്തായാലും ഓപ്ഷൻ D, C ആയിട്ട് ബന്ധപ്പെട്ടെന്ന് മനസ്സിലായിരുന്നു. ഇനി പാല്, മുട്ട എന്നിവ എന്തായാലും Aയും Bയും പാല്, മുട്ടയിൽ കാണപ്പെടും. D എന്തായാലും കാണപ്പെടുന്നില്ല. അല്ല, D ഉണ്ടെന്ന് തോന്നുന്നല്ലേ. അങ്ങനെ പാലും മുട്ടയിൽ AB എന്തായാലും ഉണ്ടെന്ന് അറിയായിരുന്നു. C ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ യുവത്ത് നമുക്കറിയാം, നമ്മുടെ ബ്യൂട്ടി വൈറ്റമിനൊക്കെ E ആണെന്ന് അറിയായിരുന്നു. പക്ഷേ യുവത്ത് വൈറ്റമിൻ എനിക്ക് C ആണ്. ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഈ 3 ഓപ്ഷനിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഞാനത് വേണ്ടെന്നുള്ള രീതിയിൽ സ്കിപ്പ് അടിച്ചു. പക്ഷേ ഓപ്ഷൻ A ആയിരുന്നു ശരി കേട്ടോ. പാല്, മുട്ട എന്നിവയിൽ കാണുന്നില്ല, അതാണ് ശരി. ഇനി വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികളിലോ തിരഞ്ഞെടുക്കാറില്ല. കാരണം എന്താണ്? വർണ്ണാന്ധതയുള്ളവർക്ക് കോൺ കോശങ്ങളാണ് കേട്ടോ. നമ്മൾ ഈ കളർഫുൾ ആയിട്ടുള്ള കളറൊക്കെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കോൺ കോശങ്ങളല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അടുത്തത് മസ്തിഷ്കത്തിലെ വൈദ്യുതരംഗങ്ങളെ രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണമാണ് EEG ആണ്. ECG ഒക്കെ കാർഡിയോ ആണല്ലോ, അപ്പോൾ EEG ആണത് ഉപയോഗിക്കുന്നത്.
ഇനി താഴെ തന്നിരിക്കുന്ന ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന എന്താണ്? ഇത് കുറേ പേർക്ക് കൺഫ്യൂഷൻ അടിച്ചിട്ട് ക്വസ്റ്റൻ ആണ്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ആൻസർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര. പക്ഷേ ടൈപ്പ് 2 പ്രമേഹം എന്താണെന്നുള്ള കൃത്യമായ ബോധമുള്ള ഒരാൾക്ക് ഇതിൻ്റെ ആൻസർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതായത് SCRT ഉള്ള ക്വസ്റ്റ്യനാണ്, എല്ലാമാണ്. ടൈപ്പ് 1 ടൈപ്പ് 2 എന്തൊക്കെയാണ് SCRT ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണ്. ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ അതായത് കോശങ്ങൾ ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട്, അതിന് ഒരു കുഴപ്പമില്ല, ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഉണ്ടാക്കിയ ഇൻസുലിനെ ലക്ഷ്യകോശങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതെന്താണ്? ജീവിതശൈലി രോഗമായതുകൊണ്ടാണ്. അതെന്തെങ്കിലും അവിടെ ഒരു ഹിൻഡ്രൻസ് വന്നിട്ടുണ്ട്. ഉണ്ടാക്കുന്നതിന് കുഴപ്പമുള്ളതാണ് ടൈപ്പ് 1 വരുന്നത്. ഇപ്പോൾ ഉണ്ടാക്കുന്നേ ഇല്ല എങ്കിൽ, ഉണ്ടാക്കുന്നതിൽ അപര്യാപ്തത വരുന്നെങ്കിൽ അത് ടൈപ്പ് 1 വരും. പക്ഷേ ഇത് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അവിടെ എന്തോ ഒരു ഹിൻഡ്രൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് ടൈപ്പ് 2 ആണ്. അതുപോലെ ജീവിതശൈലി രോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് ടൈപ്പ് 2. ഇപ്പോൾ പൊണ്ണത്തടി, ജീൻ തകരാറ്, ഈ ജീൻ തകരാറ് ഇതേപോലെ SCRT ഉള്ളതാണ്. ജീൻ തകരാറ് ഒരിക്കലും ഹെറിഡിറ്റി ഇന്നോട്ട് റിലേറ്റഡ് ആണോ എന്നുള്ള രീതിയിൽ ആലോചിക്കേണ്ട ആവശ്യമില്ല. അത് SCRT അതേ പോയിന്റ് ഉള്ളതാണ്. അപ്പോൾ പൊണ്ണത്തടി, ജീൻ തകരാറ് ഇതിന് കാരണമാകുന്നുണ്ട്. പിന്നെ ആഹാരവും നിയന്ത്രണവും വ്യായാമമാണല്ലോ, അത് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലെന്താണ്? ഈ 3 എണ്ണവും ഈ ടൈപ്പ് 2 ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി D ഓപ്ഷൻ എന്ന് പറയുമ്പോൾ മുകളിൽ പറഞ്ഞ പ്രസ്താവനകളെല്ലാം തെറ്റാണ്. തെറ്റാണോ? ABC മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഇവിടെ ബന്ധമില്ലാത്ത ഏതാ? ടൈപ്പ് 2 ആയിട്ട് ബന്ധമില്ലാത്തത് ഓപ്ഷൻ D ആണ്. മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനയും തെറ്റാണെന്നുള്ളത് ഇവിടെ തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ബന്ധമില്ലാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. എല്ലാവർക്കും ഡൗട്ട്, എന്തുകൊണ്ട് D വന്നു, എങ്ങനെയാണ് D വരിക എന്നുള്ള ഡൗട്ടുകളായിരുന്നു മിക്കുള്ളവർക്ക്. ഇതുകൊണ്ടാണ് D വരുന്നത്. കാരണം ഓപ്ഷൻ ABC ശരിയായതുകൊണ്ട് ഓപ്ഷൻ Dയിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന തെറ്റാണ്, അത് ബന്ധമില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ആൻസർ കേട്ടോ. അടുത്ത കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ അറിയാലോ, വിപണിയിൽ നിന്ന് നിരോധിച്ചു. അത് ആരാണ്? നമ്മുടെ ആസ്ട്രാസെനെക്ക ഉൽപ്പാദിപ്പിക്കുന്നതാണ്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇനി വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാൻ 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? ഈ ക്വസ്റ്റ്യൻ കുറേ വായിച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഒന്നും കൺഫ്യൂഷൻ അടിക്കേണ്ടൊന്നും ആവശ്യം വന്നില്ല. അത് പോളോ പോണിയാണ് കേട്ടോ, പോളോ പോണിയാണ്. ഇനി ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭിക്കാവുന്ന ഊർജ്ജമൊക്കെ അറിയാലോ, സ്ഥിതികോർജ്ജമാണ്, പൊട്ടൻഷ്യൽ എനർജിയാണ്. ഒരു ഗോളീയ ദർപ്പണത്തിലെ വക്രതാരം 6 എന്ന് പറയുന്നത് 40 ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ആയിരിക്കും ഫോക്കസ് ദൂരം, അപ്പോൾ 20 ആയിരിക്കും. ഇതൊക്കെ ഒരു ആവറേജ് വിദ്യാർത്ഥി ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. കാരണം ഇതൊക്കെ കുറേ വട്ടം നമ്മൾ പ്രീ വായിക്കുകയാണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുമ്പോൾ ആണെങ്കിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണാറുള്ളതാണ്. ഇതൊരു ആവറേജ് വ്യക്തി, ഒരു ആവറേജ് പഠിക്കുന്ന കുട്ടിയൊക്കെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി ഒരു ഹൈഡ്രോളിക് ജാറിൻ്റെ പ്രവർത്തനം, അതും എന്താണ്? പാസ്കൽ നിയമമാണ്. അതും ഞാൻ പറഞ്ഞില്ലേ, ആവറേജ് ആയിട്ട് പഠിക്കുന്ന എല്ലാവരും ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ ഏതാണ്? ഇതൊന്നും പഠിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാ എക്സാം എഴുതാൻ പോകുന്നത്? ചന്ദ്രയാൻ 3, ആദിത്യ L1 ഇതൊക്കെയാണ് ട്രെൻഡിങ് ടോപ്പിക്സ്. പക്ഷേ ഈ വട്ടം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു, ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പ്രഗ്യാനാണ്, റോവർ ലാൻഡർ വിക്രമാണ്. ഇനി ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥയാണ് ഏത്? ബോസ് ഐൻസ്റ്റീൻ ആണ് ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ. ഇനി ഗൺ മെറ്റൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഗൺ മെറ്റൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണെന്നുള്ളത് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ചു വെക്കാത്ത ഒരാൾക്ക് ഇത് കൺഫ്യൂഷൻ അടിക്കും ഏതാണെന്ന്. അപ്പോൾ ഗൺ മെറ്റൽ ഞാൻ ബുക്കിൽ എഴുതി പഠിച്ചൊരു സംഭവം ആയതുകൊണ്ട് തന്നെ എനിക്കിത് കൺഫ്യൂഷൻ വന്നില്ല. ഇതിൻ്റെ ആൻസർ കോപ്പർ, ടിന്ന്, സിങ്ക് ആയിരുന്നു. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഗണ്ണുണ്ടല്ലോ, ഈ ഗണ്ണ് നമ്മൾ കോപ്പർ കൊണ്ടുണ്ടാക്കിയ ഗണ്ണാണ്. അപ്പോൾ അത് നമ്മൾ ടിന്നിലിട്ട് വെച്ചു, അല്ല കോപ്പർ കൊണ്ടുണ്ടാക്കിയ ടിന്നിൽ ഗണ്ണിട്ട് വെച്ചു. അതിനുശേഷം ഗണ്ണല്ലേ, അപ്പോൾ നമ്മളിങ്ങനെ ഗണ്ണ് വെച്ചിട്ട് വെടി വെക്കുമ്പം അവർ സിങ്കായിപ്പോയി, ഇങ്ങനെ ഭൂമിയിലോട്ട് ഇങ്ങനെ സിങ്കായി പോകുന്ന മുങ്ങിപ്പോവുക. അപ്പം വെടി വെച്ചു, ചത്തു. ചത്തു കഴിയുമ്പോൾ അവരിങ്ങനെ ഭൂമിയിലോട്ട് സിങ്കായിപ്പോയി എന്നുള്ള രീതിയിലാണ് ഞാൻ ആലോചിച്ച് വെച്ചത്. അങ്ങനെ ഒരു കോഡ് വെച്ചുകൊണ്ട് തന്നെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായില്ല ഇതിൽ. കോപ്പർ, ടിന്ന്, സിങ്ക് ആയിരുന്നു ഗൺ മെറ്റൽ എന്നുള്ള രീതിയിൽ ഞാൻ ഇത് എഴുതി വെച്ചു. ഭാഗ്യം. ഇനി ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH എന്താണ്? അതെനിക്ക് തെറ്റിപ്പോയി. 8 എന്നാണ് ഞാൻ എഴുതിയത്, പക്ഷേ ആൻസർ ഏതാ? 5 ആണ്. കാരണം SCRT ഉണ്ടല്ലേ. അതായത് സാധാരണ ഒരു മണ്ണിൻ്റെ pH എന്ന് പറയുന്നത് എത്രയാ? 6.5 to 7 അങ്ങനെ എന്തോ ആണ്. പക്ഷേ ഉരുളക്കിഴങ്ങിന് കുറവാണ്. ഞാൻ ആലോചിച്ചു, സാധാരണത്തിനെക്കാട്ടി കൂടുതലുള്ള രീതിയിൽ ആലോചിച്ചു. പക്ഷേ അല്ല, സാധാരണത്തിൽ കുറവെന്നാണ് നമ്മൾ പഠിച്ചത്. ഉരുളക്കിഴങ്ങിന് 5 ആയിരുന്നു. ഇനി ഫ്രീസിങ് മിക്സറിലൊക്കെ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാലോ, ടേബിൾ സോൾട്ട് ആണ്. ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയാണ് 2023 കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ബോസ് ഐൻസ്റ്റീൻ, ക്ലാർക്ക്, ഗ്ലൂവോൺ, ഫെർമിയോണിക്. ഇതൊക്കെ നമ്മൾ 2022 പഠിച്ചതാണ്. 2022 എക്സാമിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഈ 3 എണ്ണം എന്തായാലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിക്കാത്ത ഏതെന്നുള്ള രീതിയിൽ എടുത്ത് എഴുതിയതാണ്. ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്തതാണ്. ഇനി ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി അത് ലിഥിയമാണ്. അടുത്തതാണ് ദി മോസ്റ്റ് എന്താ പറയുക, സൂപ്പർ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയില്ലേ. ഇത് കണ്ടിട്ട് പിന്നെ അങ്ങോട്ട് നോക്കണ്ടേ വന്നില്ല, വായിച്ച് നോക്കണ്ടേ വന്നില്ല. അതുപോലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ചേരുംപടി ചേർക്കാനായിരുന്നു. നമ്മുടെ PN ഗോപികൃഷ്ണൻ്റെ, അനിത തമ്പിൻ്റെയൊക്കെ പേരുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള കവിതകൾ, കവികളൊക്കെ ഇല്ലേ, അവരുമായിട്ട് ബന്ധപ്പെട്ട
കവിതകളൊക്കെയാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. കാരണം CA പഠിച്ചിട്ടുള്ള പേരുകളാണെങ്കിൽ അനിത തമ്പി, PN ഗോപികൃഷ്ണൻ, ബാക്കി ആരും എനിക്കറിയില്ലല്ലോ ടു ബി ഫ്രാങ്ക്. അപ്പം ഇത് ആ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് ആരുടെയാണെന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പ്രൊഫഷണൽക്ക് ഇതിലുണ്ട്, ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് അവസാനം ഉണ്ട്, നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എനിക്കറിയില്ല, ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്. എന്തായാലും ഈ ക്വസ്റ്റ്യൻ ഒരാൾ പോലും അറ്റൻഡ് ചെയ്യാൻ, അങ്ങനെയല്ല, ഒരാൾ പോലും അറിഞ്ഞുകൊണ്ട് ഈ ആൻസർ അറിഞ്ഞുകൊണ്ട് അറ്റംപ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വല്ല സാഹിത്യമൊക്കെ അരച്ച് കലക്കി, അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർ ഇതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ചാൻസ് ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര റെയർ കേസാണ്. അപ്പോൾ ഇതെന്തായാലും ആരും അറ്റംപ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ A ആയിരുന്നു തോന്നുന്നില്ല ആൻസർ. ഓപ്ഷൻ A ആണെന്ന് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ ആൻസർ. അടുത്ത ഇരയിമ്മൻ തമ്മിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എനിക്കറിയാവുന്ന ഉത്തര സ്വയംവരവും കീചകവധവും എന്തായാലും ഉണ്ട്. പിന്നെ ദക്ഷയാഗം വായിച്ചു നോക്കിയപ്പോൾ അതും വായിച്ച പോലെ, ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദക്ഷയാഗം വായിച്ചു നോക്കിയപ്പോൾ അത് വായിച്ച പോലെ എനിക്ക് തോന്നി. ഞാനത് റിസ്ക് എടുത്തിട്ട് തോരണ യുദ്ധം ഞാൻ ഇതിൽ പെടുന്നില്ല എന്ന് എഴുതി. അതെന്തായാലും ശരിയായി. കുറച്ചൊക്കെ നമ്മൾ റിസ്ക് എടുക്കണം എക്സാമിന്. അപ്പോൾ ഞാൻ കുറേ റിസ്ക് എടുത്തു, അതിൽ കുറേ പൊട്ടിപ്പോയി, കുറേയൊക്കെ എനിക്ക് ശരിയായിട്ടുണ്ട്. അടുത്ത ചേരുംപടി ചേർക്കുക. ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തപ്പം എനിക്ക് തോന്നി ഇത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണെന്ന്. എനിക്കറിയില്ല ഇത് എത്രത്തോളം ആൾക്കാർ ചെയ്തിട്ടുണ്ടെന്ന്, പക്ഷേ എനിക്ക് തോന്നി ഇത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആവാൻ ചാൻസ് ഉണ്ടെന്ന്. ബിക്കോസ് ഇതിൽ ഒരെണ്ണവും എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഒരേ ഒരെണ്ണം വാവച്ചനായിരുന്നു. വാവച്ചൻ ഓപ്ഷൻ മീശയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ ഒറ്റ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ, D1 ഉള്ളത്. അത് ഓപ്ഷൻ C ആയിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ എഴുതിയത്. ബാക്കിയൊന്നും എനിക്കറിയത്തില്ല, ബാക്കിയൊന്നും ഞാൻ വായിക്കാനും പോയില്ല. കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് വാവയ്ക്ക് മീശയുണ്ട് എന്നുള്ള രീതിയിൽ കോൺട്രറി ആയിട്ട്, വാവയ്ക്ക് മീശയില്ല പക്ഷെ അങ്ങനെയുള്ള രീതിയിൽ കോൺട്രറി ആയിട്ട് ഞാൻ പഠിച്ചു വെച്ചാണ് വാവയ്ക്ക് മീശ എന്നുള്ള രീതിയിൽ. ഞാൻ ജസ്റ്റ് എവിടെയോ കണ്ടപ്പം ഞാനൊരു ക്യൂരിയോസിറ്റിക്ക് നോക്കി വെച്ചതാണ്. ചോദിക്കും എന്നൊരു ഉറപ്പില്ല, കാരണം മീശയൊക്കെ ലേറ്റസ്റ്റ് കൃതിയല്ലേ. അപ്പോൾ അതിലത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമോ, നമ്മളങ്ങനെ ചോദിച്ചിട്ടില്ലല്ലോ. അപ്പം എന്നുള്ള രീതിയിൽ അറിയില്ല. എന്നാലും ഞാൻ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചു, അത് തന്നെ ചോദിക്കുകയും ചെയ്തു. അത് നമ്മൾ വേണ്ട എന്ന് വിടുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ചെറിയൊരു ഒട്ടും ചാൻസ് ഇല്ലാത്ത മീശയിലെ കഥാപാത്രം ചോദിക്കുമോ, എല്ലാം പണ്ടത്തെ കഥാപാത്രങ്ങളല്ലേ ചോദിക്കാറുള്ളത് എന്നുള്ള രീതിയിൽ വിടുന്നവർക്കാണെങ്കിൽ ഇത് കിട്ടില്ല. പക്ഷെ നമ്മളങ്ങനെ ഒരു സംഭവം കണ്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ച്, എന്തെങ്കിലും കോഡ് വെച്ചിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് തന്നെ അടുത്തൊരു എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ഓർമ്മയുണ്ടെങ്കിലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് മുസ്രീസ് പൈതൃക പദ്ധതിയിൽ ബന്ധപ്പെടാത്ത ഏതാണ്? ഇത് ഒരാവശ്യമില്ലാണ്ട് സ്കിപ്പ് അടിക്കേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരാവശ്യമില്ലാണ്ട് അറ്റംപ്റ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. മുസ്രീസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഇതാണ് ഞാൻ കണ്ട ക്വസ്റ്റ്യൻ. എന്നിട്ട് ചേരമാർ ജുമാ മസ്ജിദ് കണ്ടു, അതെന്താണ്, കൊടുങ്ങല്ലൂരുള്ളതെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ എന്തായാലും അതൊരു ബന്ധപ്പെട്ടതാണ്. ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കാൻ പോയില്ല, ഒരു ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ഒന്നും നോക്കാൻ പോയില്ല. ശരിയാണെങ്കിൽ ശരിയാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓപ്ഷൻ A ഇട്ടു, ചേരമാർ ജുമാ മസ്ജിദ് ഇട്ടു. പക്ഷെ ഞാൻ പിന്നെ വന്നിട്ട് ഇതിന് ആൻസർ ഇതാണ് കേട്ടോ, ഓപ്ഷൻ D ആണ്. അനാലിസിസ് ചെയ്തപ്പോൾ അതായത് ഓപ്ഷൻ ശരിയാണ്. ഇത് നമ്മുടെ പ്രൊഫഷണൽ കിട്ടുന്നതിന് മുന്നേ ഞാൻ ഗൂഗിളൊക്കെ തപ്പിയിട്ട് ഏകദേശം എനിക്ക് എത്രയൊക്കെ തെറ്റുന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ നോക്കിയപ്പം ബന്ധപ്പെടാത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് ഞാൻ അപ്പോഴാണ് കണ്ടത്. ഇങ്ങനെയുള്ള മിസ്റ്റേക്കൊക്കെ വരാട്ടെ, അതൊക്കെ ഓവർ കോൺഫിഡൻ്റ് ആണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ ഓവർ കോൺഫിഡൻസ് ഒന്നും കൂടാണ്ട് ആത്മസംയമനം പാലിച്ച് എല്ലാവരും അത് ചെയ്യാൻ നോക്കുക കേട്ടോ. അടുത്ത ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇത്. ഇതും കൺഫ്യൂഷൻ അടിക്കുക. ഇപ്പോൾ മികച്ച ക്രിക്കറ്റർക്കുള്ള പുരസ്കാരമാണോ? അല്ല. ഗുസ്തി താരമായി ധ്യാൻചന്ദ് ആണോ? അല്ല. ഹോക്കി താരമായി ധ്യാൻചന്ദ് ആണ്. മികച്ച കായിക പരിശീലനമുള്ള പുരസ്കാരമാണോ? അല്ല. അത് ദ്രോണാചാര്യ അവാർഡാണ്. അപ്പോൾ അതിൽ എന്തായാലും ഓപ്ഷൻ 1, 2, 3 തെറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടും എന്താണ്, എല്ലാം തെറ്റ് എന്നുള്ള ഓപ്ഷൻ മാത്രം നമുക്ക് പിന്നെ ചോയ്സ് ഉള്ളൂ അല്ലേ. 4ാമത്തെ ഓപ്ഷൻ ശരിയാണെന്ന് ആരും ചിന്തിച്ചു. കാരണം ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം അല്ലേ എന്ന് വിചാരിക്കുമല്ലേ, പക്ഷെ അല്ല, ഇത് വേറൊരു അവാർഡാണ് എന്നാണ് നമ്മൾ ഇന്നലെ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. ധ്യാൻചന്ദ് എന്ന് പറയുന്ന പുരസ്കാരം ഹോക്കി പ്ലെയേഴ്സിന് കൊടുക്കുന്ന ഒരു പ്രത്യേക അവാർഡ് ഉണ്ടെന്ന്. അപ്പോൾ അത് വെച്ചിട്ടാണ് എനിക്കതറിയില്ല, എക്സാം അറ്റൻഡ് ചെയ്യുന്നപ്പോഴത്തേക്കും എനിക്കറിയില്ല എല്ലാവരെയും പോലെ ഇത് ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരമാണ്. അപ്പോൾ ഓപ്ഷൻ 4 ശരിയാണ്, കാരണം ഇവർക്ക് 3 ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഓപ്ഷനിൽ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് എന്തെഴുതി, ഉള്ള ഓപ്ഷൻ എഴുതി. ഇതിപ്പോൾ ഓപ്ഷനിൽ ഇല്ലെന്ന് പറഞ്ഞിട്ട് എഴുതാതെ വേറെ എഴുതുക ഗൈസ്, കാരണം ഇത് ക്യാൻസൽ ആക്കും എന്ന് പറഞ്ഞിട്ട് എഴുതാതെ വേറെ എഴുതുക. കാരണം ക്യാൻസൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളെന്തിനാണ് എഴുതാതെ വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് തോന്നുന്ന, അതായത് ABC എന്തായാലും അല്ലെന്നറിയാം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് D ഇട്ടുകൂടെ, എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഞാൻ D ഇട്ടു, എന്തായാലും ഞാൻ D ഇട്ടു. അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ധ്യാൻചന്ദ് ഇവിടെ ഹോക്കി പ്ലേയേഴ്സിന് കൊടുക്കുന്ന പുരസ്കാരമാണ്. അങ്ങനെ ആണെങ്കിൽ ഇതിലെല്ലാം തെറ്റെന്നുള്ള രീതിയിൽ വരും. ഇനി അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആവാതിരിക്കാൻ ചാൻസ് ഇല്ല, കാരണം ധ്യാൻചന്ദിന് ഒരു പുരസ്കാരം ഉണ്ട്, ഹോക്കി പ്ലേയേഴ്സിന് കൊടുക്കുന്നതാണ്. അപ്പം
ഇത് ശരിയുള്ള എല്ലാം തെറ്റുന്നുള്ളതാണ് ശരി. ഇത് ചലഞ്ച് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇത് അവർ ഉദ്ദേശിക്കുന്നത് വേറെ ധ്യാൻചന്ദ് പുരസ്കാരമാണ്. ഇനി കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി ജൂലൈയിൽ എന്തോ വന്ന ന്യൂസാണ്. ജീവാനന്ദം പദ്ധതി അതെന്താണ്, സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കുന്നത്. ആ ഒരു പദ്ധതിയാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് എന്താ പറയുക ഗവൺമെൻറ് ജോലിയാണ്. അപ്പം ജീവാനന്ദ പദ്ധതി വന്നപ്പോൾ തന്നെ വീട്ടിൽ ചർച്ചയായി ജീവാനന്ദം പദ്ധതിനെ പറ്റിയിട്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഓപ്ഷൻ എ ആണെന്ന് അറിയായിരുന്നു. ഇനി ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി. ഇത് തെറ്റേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു എനിക്ക്. കാരണം ആരോഗ്യ കിരണം നോക്കിയപ്പോൾ തന്നെ മറ്റേ ആർദ്രം എന്തിട്ടായിരുന്നു ഒരു ജീവിതശൈലി രോഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതി ഉണ്ടല്ലോ, അമൃതം ആരോഗ്യം. അതാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്, അമൃതാരോഗ്യം. എന്നിട്ട് 18-നും 35-നും വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ, അത് തന്നെ ആൻസർ എന്നുള്ള രീതിയിൽ പോയി. ഞാൻ എല്ലാ ഓപ്ഷനും വായിച്ചു നോക്കി. എന്നിട്ട് 18-30 അതാണല്ലോ അമൃതം ആരോഗ്യം എന്ന രീതിയിൽ പോയി. പക്ഷെ ഞാൻ വീണ്ടും ഒന്നുകൂടെ നോക്കിയപ്പോൾ ആരോഗ്യ കിരണാണല്ലോ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലായി. അങ്ങനെ എന്താണ് 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ എന്നുള്ള രീതിയിൽ പിന്നീട് ഞാൻ ആൻസർ ചെയ്ത്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അത് വായിച്ച് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പോകരുത്, കുറച്ചൊന്ന് ചിന്തിക്കണം. ഇപ്പോഴത്തെ ക്വസ്റ്റ്യനൊക്കെ അങ്ങനെ ആണല്ലോ, ഒന്ന് ഇരുത്തി ചിന്തിച്ചിട്ട് മാത്രം, എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ ഒരു 5 മിനിറ്റ് സമയം കളയരുത്. നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ചിട്ട് മാത്രം, അതൊക്കെ അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യാവോ. അല്ലെങ്കിൽ വെറുതെ ഒരു മാർക്ക് 1.33 മാർക്കാണ് പോകുന്നത്. അതൊക്കെ നമ്മൾ വളരെയധികം നമ്മുടെ റാങ്ക് ലിസ്റ്റിനെ ബാധിക്കാവുന്നൊരു സംഭവമാണ്. അടുത്ത ഏറ്റവും വേഗതമേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏതാണെന്ന് വെച്ചാൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ്. അതൊക്കെ അറിയാമായിരിക്കുമല്ലോ. ഇനി സൈബർ ആക്രമണം തടയുന്നതിനായിട്ട് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഇതങ്ങനെ അധികമായോ അങ്ങനെ ചെയ്യാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നു. ഇത് മായ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കേട്ടോ. ഇത് വായിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത താഴെ തന്നിരിക്കുന്നതിൽ ക്ലൗഡ് അടിസ്ഥാനമുള്ള സിസ്റ്റം. ക്ലൗഡ് അടിസ്ഥാനമുള്ള സിസ്റ്റം എന്ന് പറയുമ്പോൾ ഗൂഗിൾ ഡ്രൈവ് എന്തായാലും വരുമെന്ന് അറിയായിരുന്നു, ഇമെയിലും എന്തായാലും വരുമെന്ന് അറിയായിരുന്നു. അങ്ങനെ ഓപ്ഷൻ വെച്ചിട്ട് എന്താ മുകളിൽ പറഞ്ഞവയല്ല എന്ന് കൊടുത്തത് ശരിയായി. ഇനി താഴെ പറയുന്നത് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ഉദാഹരണം ബ്ലൂറേ ഡിസ്ക് ആണ്. അത് ശരിക്കും എക്സാം 2 ദിവസം മുന്നേ വായിച്ചിട്ടുണ്ടായതുകൊണ്ട് തന്നെ അതിലും കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ബ്ലൂറേ ഡിസ്കിന് എക്സാമ്പിൾ CD, ഒപ്റ്റിക്കൽ ഡിസ്ക്, നമ്മുടെ DVD, ഇതൊക്കെ ഒപ്റ്റിക്കൽ ഡിസ്കിന് ഉദാഹരണമാണെന്ന് അറിയായിരുന്നു. ഇനി ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഇത്. ഇമെയിൽ മുഖാന്തരം നമ്മൾ ഇമെയിലൊക്കെ അയച്ചിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതിൽ കൺഫ്യൂഷൻ ഒന്നും വരേണ്ട ആവശ്യമില്ല. ഇമെയിൽ വഴി എന്താണ് വൈറസ്, പിന്നെ ഡൗട്ട് വരാം, ഇമെയിൽ വഴിയൊക്കെ വൈറസ് വരുമോ, പെൻഡ്രൈവ് വഴിയൊക്കെയല്ലേ, അങ്ങനെ ഒരു ഡൗട്ട് വരാം. പക്ഷേ ഇമെയിലൊക്കെ അയച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ A, B, D ശരിയാണെന്ന് അറിയാമെങ്കിൽ പിന്നെ C ഇട്ടാൽ പോരെ. അപ്പോൾ അതാണ് അവിടുത്തെ തെറ്റ്. ഇനി പോക്സോ നിയമം നിലവിൽ വന്നത് എന്നാണ്? വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 2012 നവംബർ 14 ഇനി ഉപഭോക്തൃ അവകാശ സംരക്ഷണത്തിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായ ബോഡി തർക്കപരിഹാര കമ്മീഷനാണ് കേട്ടോ. അടുത്ത ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകൾക്ക് സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് ഏത് തരത്തിലുള്ള ആശ്വാസമാണെന്ന് ചോദിച്ചാൽ എല്ലാ തരത്തിലുള്ള ആശ്വാസവും ഉണ്ട്. താമസ സൗകര്യം വേണോ, സംരക്ഷണം വേണോ, പണാശ്വാസം വേണോ, എല്ലാം കിട്ടും. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005. ഈ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ച സമയത്ത് എനിക്ക് കൺഫ്യൂഷനാണ്, വെറുതെ എഴുതി മാർക്ക് കളയേണ്ടെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ. പക്ഷേ എക്സാം ഒക്കെ കഴിഞ്ഞ് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കി, വേറെ എങ്ങും ഞാൻ സെർച്ച് ചെയ്യാനൊന്നും പോയില്ല. ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആൻസർ എന്താണ്, 1 വർഷം വരെ തടവ്, 20,000 രൂപ പിഴയാണ്. കാരണം ഇത് കണ്ടിട്ടുണ്ട്, ഞാൻ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഇത് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2-3 എടുത്ത് ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് എക്സാം ഹാളിൽ സ്ട്രൈക്ക് ആയില്ല ആ ഒരു സംഭവം. കാരണം ഇങ്ങനെ കണ്ടപ്പം എന്തായാലും തെറ്റെന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ നോക്കാൻ പോയില്ല. പക്ഷേ എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്കായി, ഇതാണ് ആൻസർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി NHRC ചെയർപേഴ്സൺ ഉൾപ്പെടുന്ന എത്ര അംഗങ്ങളാണ്? ഇവരിത് ഭയങ്കര എന്താ പറയുക ബുദ്ധിപരമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുള്ളൂ. NHRC ആദ്യം വായിച്ചപ്പം എനിക്ക് 10 അംഗങ്ങളെ കണ്ടപ്പോൾ 10 അംഗങ്ങളാണ് ഇതിന് ആൻസർ എന്നുള്ള രീതിയിൽ ഞാൻ പോയി. കാരണം നമ്മുടെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫോഴ്സ് ഉണ്ടല്ലോ, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫോഴ്സ്, അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ പോയത്. പിന്നെ ഞാൻ ഒന്നുകൂടെ നോക്കിയപ്പോൾ NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണല്ലോ ഇവർ പറഞ്ഞേക്കുന്നതെന്ന്. അതായത് അതാ പറഞ്ഞത്, ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം നമ്മളൊന്ന് ഇരുത്തി ചിന്തിക്കണം, അല്ലെങ്കിൽ നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് മനസ്സിലായി, ഒരു ചെയർമാനും 5 അംഗങ്ങളുമാണ്. അപ്പോൾ ചെയർമാൻ ഉൾപ്പെടെ എത്രയാണ്? 6 അംഗങ്ങളാണ്. അങ്ങനെ മനസ്സിലായി. അടുത്ത വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നത് ആർക്കാണെന്ന്. അത് മുകളിൽ പറഞ്ഞ എല്ലാവർക്കും നിഷേധിക്കാം. അതായത് ജീവനോ, ഒരു വ്യക്തിയുടെ ജീവനോ സുരക്ഷയ്ക്കോ ഹാനികരമായുള്ള കാര്യങ്ങളാണെങ്കിൽ വിവരമൊന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ശരിയാണ്. ദേശീയ വനിതാ കമ്മീഷൻ തൻ്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് കേട്ടോ. വനിതാ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, ഇവരെല്ലാവരും റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. അടുത്ത മാത്സ് ആയിരുന്നു. മാത്സ് ഞാൻ ആദ്യം മാത്സ് നോക്കിയത് എങ്ങനെയുണ്ടെന്ന്, അതിനനുസരിച്ചാണല്ലോ മറ്റിന് ടൈം കൊടുക്കാൻ. അപ്പോൾ മാത്സ് നോക്കിയപ്പോൾ ഞാൻ ഈ കെയും പിന്നെ ഈ ഒരു ക്വസ്റ്റ്യനും പിന്നെ ഈ ക്വസ്റ്റ്യനും
ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓ ഇത് കുറച്ച് ട്വിസ്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് സ്പീഡിൽ ചെയ്തൊരു പേപ്പറാണ്. ഞാൻ ഫസ്റ്റ് ഒന്നാമത്തെ എന്നുള്ള ക്വസ്റ്റ്യൻ തുടങ്ങാറുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിൽ ചെയ്തു, കാരണം മാത്സിൽ പണി വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ, പണി വരാനുണ്ട് അറാച്ച എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ കണക്ക് കൂട്ടിയത്. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല, ക്വസ്റ്റ്യൻ അത്ര പാടൊന്നും ഉണ്ടായിരുന്നില്ല. k+1k-2 = 0 ആണെങ്കിൽ k⁻9 + 1/k⁻9 അത് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ ആൻസർ നോക്കിയിട്ടുണ്ടാവുമല്ലോ. 0 ആണ്. അത് ആ ഓപ്ഷൻ ഇട്ട് നോക്കിയാൽ മതി. കെൻ്റെ വാല്യൂ ഏതാണെന്ന് ഓപ്ഷനിൽ നിന്ന് ഇട്ട് നോക്കിയിട്ട് കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ട് കെൻ്റെ വാല്യൂ ആൻസർ ആയിട്ട് എഴുതരുത്. അങ്ങനെ ചിലപ്പോൾ ചിലർക്ക് പറ്റിയിട്ടുണ്ടാവും. നമ്മുടെ കെൻ്റെ വാല്യൂ അല്ല ചോദിച്ചിരിക്കുന്നത്, ആ കെൻ്റെ വാല്യൂവിനെ ഇതിലിട്ട് കൊടുക്കുമ്പോൾ എത്ര ആൻസർ വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 16 പ്ലസ് ചെയ്യുക, അപ്പം 7 കിട്ടും. പിന്നെ ഈ ഡിവൈഡ് ചെയ്തതിൻ്റെ ആൻസർ എന്താണോ അത് എടുത്തെഴുതുക, അത്രേ ഉള്ളൂ. 35 എന്ന് പറഞ്ഞാൽ 8 ആണ്. 35 / 7 എത്രയാണ്? 5 ആണ്. അപ്പോൾ അങ്ങനെ ആൻസർ എഴുതിയാൽ മതി. അത് 135 ആണ്, അല്ല 137 ആണ്. ഇനി x-1 = 1/2 സ്ക്വയർ ബോത്ത് സൈഡ്സ് ചെയ്താൽ മതി. എന്നിട്ട് അവസാനം 4 വെച്ച് ഇൻറ്റു ചെയ്താൽ മതി. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു, നല്ല ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു. 9 ആണ് ആൻസർ. ഇനി ഒരു വൃത്തത്തിൻ്റെ ആരം 50% വർദ്ധിച്ചാൽ വിസ്തീർണത്തിൽ വരുന്ന മാറ്റം എന്ത്? അത് ഈസിയാണ്. നമ്മുടെ നെറ്റ് പ്രോഡക്റ്റ് റൂൾ 50 + 50 + 50 × 50/100 എന്നുള്ള ഇക്വേഷൻ എടുത്ത് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 125 കിട്ടും. ഇനി രാവിലെ 10 മണിക്കും 1 മണിക്കും ഇടയിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഒക്കെ എന്താ മാന്യമായിട്ട് ക്ലോക്കൊക്കെ വരച്ച് ചെയ്ത് നോക്കി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും തെറ്റുണ്ടല്ലോ എന്ന് വെച്ചിട്ട് മാന്യമായിട്ട് ക്ലോക്കൊക്കെ വരച്ചിട്ട് ഞാൻ നോക്കി എവിടെയൊക്കെയാണ് ഇവർ 180 വരുന്നതെന്ന്. അപ്പോൾ കിട്ടിയ ഉത്തരം 3 ആണ്. ഇനി 10 വർഷം കൊണ്ടൊരു നിക്ഷേപം ഇരട്ടിയായാലുള്ള ആൻസർ 10 ആണ്. 2000 ജനുവരി 1 ശനിയാണ്, 2006 ജനുവരി 1 എന്താണ്? അത് ഞായറാണ്. പിന്നെ ഈ ഓപ്ഷൻ ഇതിൻ്റെ ആൻസർ QOL ആണ്. അത് ആ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് നമുക്ക് കിട്ടാവുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വെറുതെ തെറ്റിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ സെക്കൻഡും ലെറ്ററും തേർഡ് ലെറ്ററും ഒക്കെ കണ്ടുപിടിച്ചിട്ട് തന്നെയാണ് ചെയ്തത്. ഇനി ഒറ്റയും കണ്ടുപിടിക്കുക. ഇതിൽ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്, മിക്കവാറും ക്യാൻസൽ ആവാൻ പറ്റിയൊരു ക്വസ്റ്റൻ ആണ്. ഞാൻ ചലഞ്ച് ചെയ്തൊരു ക്വസ്റ്റൻ ആണ്, ആകെ ഞാൻ ചലഞ്ച് ചെയ്തൊരു ക്വസ്റ്റൻ ആണ് ഇത്. കാരണം എനിക്ക് ആൻസർ കിട്ടിയത് ഇതാണ്, പക്ഷേ PSC കൊടുത്ത ആൻസർ ഇതാണ്. അതായത് ബാക്കിയെല്ലാം 11ന്റെ മൾട്ടിപ്പിളാണ്, ഇത് 11ന്റെ മൾട്ടിപ്പിൾ അല്ല ഓപ്ഷൻ എ. അതുപോലെ ഓപ്ഷൻ സി 33ന്റെ സ്ക്വയർ ആണ്, ബാക്കിയൊന്നും സ്ക്വയേഴ്സ് അല്ല. അപ്പം അങ്ങനെ വെച്ചിട്ട് എനിക്ക് പ്രഥമ ദൃഷ്ടിയാ കിട്ടിയ ആൻസറാണ് ഓപ്ഷൻ സി. പിന്നെ ഞാൻ ഒന്നും നോക്കാൻ പോയില്ല. നോക്കിയായിരുന്നെങ്കിൽ വേണേൽ കിട്ടുമായിരുന്നു, പക്ഷെ നമുക്ക് ഓൾറെഡി പ്രഥമ ദൃഷ്ടി ഒരു ആൻസർ കിട്ടിയല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ വേറെ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ നോക്കാൻ പോയില്ല. അപ്പോൾ പ്രഥമ ദൃഷ്ടിയ ഇതാണ് ആൻസർ എന്നുള്ള രീതിയിൽ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി കണ്ടറിയാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇനി AP സമാന്തര ശ്രേണിയിലൊക്കെ വന്നപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാ? 0 ആയിരുന്നു ആൻസർ കിട്ടിയത്, ഇവയൊന്നും അല്ല ആൻസർ. ഇനി ഹുറ എന്ന് പറയുന്നത് എന്താണ്? അത് ഇൻ്റർജങ്ഷൻ ആണ്. ഇംഗ്ലീഷ് ഒന്നും എന്നെ കുഴപ്പിച്ചൊന്നുമില്ല. ഇംഗ്ലീഷൊക്കെ ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇംഗ്ലീഷൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു. ജീൻസിൻ്റെ പ്ലൂറൽ ജീൻസ് തന്നെയാണ്. ഇനി ഗുഡ് യു കൺ ഡു ബെറ്റർ ആണ് വരുന്നത്, കമ്പാരിറ്റീവ് ഫോം. ദ ടെസ്റ്റ് വാസ് പോസ്റ്റ്പോണ്ടഡ് എന്നുള്ള മീനിങ്ങിൽ പുട്ട് ഓഫ് വരും. ദ ഫ്ലൈസ് ഫെൽ ഓഫ് ആണ്, താഴെ വീഴുക എന്നുള്ള മീനിങ്ങിൽ. ദ ഇഡിയം വൺസ് ഇൻ എ ബ്ലൂ മൂണൊക്കെ കുറേ വട്ടം ചെയ്തിട്ടുള്ളതല്ലേ, റെയർലി ആണ്. റെഗുലർലി ഇഡിയം ആൻ്റണി വരുന്നത് ഇറഗുലർ ആണ്. അതെ, വി ഡു അവർ വർക്ക്, അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഡോണ്ട് വി ആണ്. എക്സ്പാൻഷൻ എറ്റ്സെറ്ററ എന്നാണ് വരുന്നത്. ദർ ഈസ് എ ലോങ് ക്യൂവിൻ്റെ സ്പെല്ലിങ് QUEUE ആണ്. അടുത്തതാണ് നമ്മൾ നെഗറ്റീവ്. കുറേ പേര് നെഗറ്റീവ് അടിപ്പിച്ച് മാർക്ക് കുറച്ചൊരു സെഷനായിരുന്നു മലയാളം. അതിലേക്ക് വന്നത് ഈ ഒരു ശരിയായ പദം അത് അറിയില്ല, ഇങ്ങനൊരു പദം കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നൈസായിട്ട് സ്കിപ്പ് അടിച്ചു. അതിൻ്റെ ആൻസർ ഓപ്ഷൻ B ആയിരുന്നു. സ്കിപ്പ് അടിക്കാൻ പറ്റിയ ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ മലയാളത്തിൽ. പക്ഷേ മലയാളമല്ലേ, ഇതെങ്ങനെ സ്കിപ്പ് അടിക്കും, ഇതെങ്ങനെ ചെയ്യാണ്ടിരിക്കുക? അപ്പോൾ പിന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ഉത്തരം എന്ന് തോന്നുന്ന ഉത്തരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സ്കിപ്പ് അടിച്ചില്ല, അങ്ങനെ കയറി ചെയ്തു. നെഗറ്റീവ് അടിച്ച് കുറേ പേര് ഉണ്ട് കേട്ടോ. ഇനി നാഴികയുടെ 60 പങ്ക് എന്താണെന്ന് ശരിക്കും ഈ ക്വസ്റ്റൻ ആൻസർ എനിക്കറിയത്തില്ല. നാഴിക എന്ന് പറഞ്ഞാൽ 24 സെക്കൻഡ്, നാഴികയല്ലേ 24 സെക്കൻഡ്. ഞാൻ റോങ് എല്ലാം തോന്നുന്നു. 24 സെക്കൻഡ് എന്നാണ് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ നാഴികയുടെ 60 പങ്ക് എന്താണെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഒരു മനസ്സുഖമില്ല ചെയ്യാണ്ടിരുന്നിട്ട്. ഞാൻ അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വിനാഴിക ഇട്ടു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ആ ക്വസ്റ്റ്യൻ ശരിയായി എന്നാണ് പറയുന്നത്. എന്തോ ഭാഗ്യത്തിന് ശരിയായി. അടുത്ത പേര് ചെയ്ത പരമോച്ഛ നിലം. ഇത് ഞാനൊരു എന്താ പറയുക, ഒരു ലോജിക്കലായിട്ട് ചെയ്തത്. കാരണം കഴിഞ്ഞ എക്സാംസിനൊക്കെ ഞാൻ ലോജിക്കലായിട്ട് നമ്മുടെ വെണ്മ ഒക്കെ പിരിച്ചിടാൻ പറഞ്ഞു. വെണ്മ തന്നെ അല്ലേ പിരിച്ചിടാൻ പറഞ്ഞിരുന്നു. അപ്പം വെള് പ്ലസ് അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ലോജിക്കായിട്ട് എടുത്തായിരുന്നെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ലോജിക്കായിട്ട് എടുക്കാൻ പോയില്ല ഞാൻ.
അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അടുത്ത ക്വസ്റ്റിന് പിരിച്ചെഴുതാൻ പറയുമ്പോൾ കുറച്ച് ലോജിക്കായിട്ടോട് ചിന്തിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ഇത് ലോജിക്കായിട്ട് ചിന്തിച്ചു. അപ്പോൾ പരമോച്ച നില എന്ന് പറയുമ്പോൾ പരമമായ കാര്യം നമ്മൾ കൊളോക്കിൽ സംസാരിക്കുമ്പോൾ പരമം എന്നുള്ള രീതിയിൽ സംസാരിക്കണം. പരമമായത്, അതായത് പരിശുദ്ധമായത്, അല്ലെങ്കിൽ ഏറ്റവും ഉന്നത സ്ഥാനം എന്നുള്ള രീതിയിൽ പരമമായത് എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഞാൻ എടുത്തു. അപ്പോൾ എന്തായാലും പരം വരില്ല എന്ന് മനസ്സിലായി. പരം എന്ന് വെച്ചാൽ ഞാനൊന്നും പറയുന്നില്ല, കാരണം മീനിങ് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറയുന്ന മീനിങ് ആയിരിക്കില്ല ശരി. ഞാൻ ഉദ്ദേശിച്ചൊരു മീനിങ് ഉണ്ട് പരം അതിന്. അപ്പം ഞാൻ വിചാരിച്ചു അതെന്തായാലും വരില്ല, പരമ അതേ വരാൻ ചാൻസ് ഉള്ളൂ എന്നുള്ളൊരു ലോജിക്കലായിട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ പരമ പ്ലസ് ഉച്ച പ്ലസ് നില ഇതൊക്കെ ഞാൻ സ്കിപ്പ് അടിച്ച് ക്വസ്റ്റ്യനായിരുന്നു കേട്ടോ. പക്ഷേ അവസാനം ഞാൻ നോക്കിയപ്പം എൻ്റെ അറ്റംപ്റ്റ് ഞാൻ നോക്കിയപ്പം 86 എൻ്റെ അറ്റംപ്റ്റ്. അതായത് എനിക്കറിയാവുന്ന മാത്രം ഞാൻ ചെയ്ത് പോയിട്ട് അവസാനം നോക്കിയപ്പോൾ 86 അറ്റംപ്റ്റ്. അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ ലാബ് അറ്റൻഡർ ആയാലും ഖാദി ആയാലും ഒക്കെ എനിക്ക് 96, 98 ഇതൊക്കെയാണ് എൻ്റെ അറ്റംപ്റ്റ്. 90 എബോവ്. അപ്പോൾ 90 എബോവ് വരാണ്ട് എനിക്കൊരു സുഖം തോന്നിയില്ല. ഓവർ കോൺഫിഡൻറ്റും ആണ്, പക്ഷേ ഓവർ കോൺഫിഡൻ്റ് എന്ന് തന്നെ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല. അപ്പം ഞാൻ 90 എബോവ് വരാണ്ട് എനിക്കൊരു സുഖം ഉണ്ടായേയില്ല, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. 90 എബോവ് എനിക്ക് ഇങ്ങനെ ഒരു 90 എങ്കിലും എത്തിക്കണം എന്നുള്ളൊരു ചിന്തയായിപ്പോയി. കാരണം കുറേ ഞാൻ ഇങ്ങനെ വിട്ടിട്ടുണ്ട്, വേണേ അതൊക്കെ എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാം ഒരാവശ്യമില്ലാണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ അങ്ങനെ സ്കിപ്പ് അടിച്ചതാണ്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞാൻ അവസാനം എന്ത് ചെയ്തു, അത് ഞാൻ ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ട് ഞാൻ അത് ഇട്ടു. അത് ശരിയായി കേട്ടോ, ലോജിക്കലായിട്ട് ചിന്തിച്ച അതുണ്ട്. ഈ 92 ഞാൻ കണ്ടപ്പോൾ തന്നെ വിനാഴിക ഇട്ടു കേട്ടോ, അതിൽ അവസാനം ഇട്ടതൊന്നും അല്ല. ഓക്കെ, 93 ഞാൻ അങ്ങനെ അത് ഇട്ടു. അടുത്തത് ശരിയായ പര്യായ കൂട്ടം. നമുക്കറിയാം പ്രമാദം നമ്മൾ പഠിച്ചിട്ടുണ്ട്, തെറ്റാണ്. പ്രമാദം നമ്മൾ കേൾക്കുമ്പോൾ അത് പേര് കേട്ട പ്രശസ്തം തോന്നാറുണ്ട്, പക്ഷെ അത് ഇടരുത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തെറ്റ് പഠിക്കാറുള്ളത്. പക്ഷെ തെറ്റ് എവിടെ കണ്ടോ അത് പോയിട്ടു ഇടുകയായിരുന്നു, അതാണ് അവിടെ സംഭവിച്ചത്. തെറ്റെന്നുള്ള ആൻസർ എവിടെ കണ്ടോ പിന്നെ പേര് കേട്ട പ്രശസ്ത ആരെ നോക്കുന്നു, അങ്ങനെ ഓപ്ഷൻ എ ഇട്ടു. പക്ഷെ ഓപ്ഷൻ ബി ആയിരുന്നു ഇതിൽ ശരിയായത്. ഇനി വിപരീത പദം ആധ്യാത്മം കണ്ടപ്പോൾ ഒരു ഡൗട്ട് തോന്നി. ആധ്യാത്മികം ഭൗതികം എന്നുള്ള രീതിയിലല്ലേ പഠിച്ചത്, ലൗകികം ഭൗതികം അങ്ങനെയൊക്കെ, ഭൗതികം അങ്ങനെയൊക്കെയാണ് പഠിച്ചത്. പക്ഷെ ഡൗട്ട് തോന്നിയെങ്കിലും പിന്നെ ബാക്കി ഓപ്ഷനൊക്കെ വെച്ച് നോക്കിയപ്പോൾ എന്ത് ചെയ്തു, ഭൗതികം കിട്ടും. ഇനി നേരെപ്പോക്കെ എല്ലാവർക്കും അറിയാവുന്ന സത്യസന്ധമായ പെരുമാറുക തന്നെയാണ്. ഇനി മലർ പ്ലസ് കളം പ്ലസ് എഴുതി പ്ലസ് കാത്ത പ്ലസ് ഒരു പ്ലസ് അരച്ചൻ, അതെന്തായാലും ഈ ഓപ്ഷൻ ഡി. ഇത് ഞാൻ സ്കിപ്പ് അടിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. പിന്നെ അവസാനം ഞാൻ ഇതും ലോജിക്കലായിട്ട് ചിന്തിച്ചതാണ്. മലർക്കളം അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ എല്ലാം കൂടി ചേർത്ത് എഴുതുന്നതായിരിക്കും, കാരണം അങ്ങനെ കണ്ടിട്ടുണ്ട്, എല്ലാം കൂടി ചേർത്ത് എഴുതിയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത് കണ്ടിട്ടുള്ളത് കൊണ്ട് ഒരു ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ട് അങ്ങ് ഇട്ടു. അതെന്തായാലും ശരിയായി. ഇനി വൈരി സ്ത്രീലിംഗം വൈരണി, അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ വൈരി സ്ത്രീലിംഗം വൈരണിയായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോവർട്ടി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. ഇത് തെറ്റി. ഇത് എന്താണ്, ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു കേട്ടോ. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് അടിക്കാമായിരുന്നു, വെറുതെ എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ നമുക്ക് തോന്നുമല്ലോ ഇതാണ് ആൻസർ എന്ന് തോന്നുമ്പോൾ നമുക്കത് ചെയ്യാണ്ടിരിക്കാൻ തോന്നുമില്ല, അതാണ് വേറൊരു കാര്യം. കവിത എന്നെ തേടി വന്നണഞ്ഞത് ആ പ്രായത്തിലാണ്, എന്നെ തേടി കവിത വന്നണഞ്ഞത് ആ പ്രായത്തിലാണ്. ഓപ്ഷൻ എയും ഡിയും ആയിരുന്നു എൻ്റെ ഡൗട്ട്. അപ്പം അതിൽ ഈ എന്നെ തേടി കവിത വന്നണഞ്ഞ് അങ്ങനെ പറയില്ല എന്നുള്ള നിഗമനത്തിൽ തന്നെ എത്തിയിട്ട് ഓപ്ഷൻ എ ഇട്ടു. പക്ഷേ എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആയിരുന്നു. അത് ശരിയായി തിരഞ്ഞെടുക്കുക. കണ്ണീരിൽ കലർത്തി, ഇത് എൻ്റെ ശരിയായി. ഇതിൻ്റെ ഓപ്ഷൻ എന്തായിരുന്നു, ഓപ്ഷൻ ബി ആയിരുന്നു. അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാര പരവശനാക്കി. അപ്പോൾ ഇതിൽ എന്നാലും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്, ബിക്കോസ് കുറേ ആൾക്കാർക്ക് മലയാളം എന്ന് പറഞ്ഞാൽ 2 മാർക്ക് കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എത്രയാണ്, 6.33 ഉണ്ട് കേട്ടോ. അതായത് ഒരെണ്ണം ഞാൻ അറ്റംപ്റ്റ് ചെയ്തില്ല, ബാക്കി 2 ഞാൻ തെറ്റി. അങ്ങനെ എനിക്ക് 6.33 ഉണ്ട്. അതിലെനിക്ക് വിഷമമൊന്നുമില്ല, കാരണം ഞാൻ ലോജിക്കലായിട്ട് അപ്ലൈ ചെയ്ത കുറേയൊക്കെ ശരിയായി. പിന്നെ അതായത് നമ്മളിത് ശരിയാണെന്നുള്ള രീതിയിലല്ലല്ലോ ഒന്നും ഇടുന്നത്, 50-50 ചാൻസിലാണ് ഈ മലയാളമൊക്കെ ഇട്ടത്. അപ്പോൾ അത് ശരിയായതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ ഈ പിന്നെ ഈ എക്സാമിൻ്റെ പ്രത്യേകത ഒരേ ഒരു റഫ് ഷീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം അടുപ്പിച്ചടുപ്പിച്ചായിരുന്നു. നമുക്കൊന്ന് റഫ് ചെയ്യുക എന്നാൽ ഒരു റഫ് ഷീറ്റുള്ളൂ, കുഴപ്പമില്ല, സൈഡിൽ ചെയ്തോളാൻ ചോദിക്കാം. പക്ഷേ സൈഡിൽ ചെയ്യാനും സ്പേസ് വേണ്ടേ, സ്പേസ് ഉണ്ടെങ്കിൽ എല്ലാം സൈഡിൽ ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. എല്ലാം അടുപ്പിച്ചടുപ്പിച്ചായിരുന്നു ക്വസ്റ്റ്യൻസ്. അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഇത്. ഓക്കെ, ഇതിൽ എൻ്റെ അറ്റംപ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം 56 അറ്റംപ്റ്റ് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു സുഖം തോന്നിയില്ല, ഓവർ കോൺഫിഡൻസ് കാരണം. ഞാൻ 90 മുകളിൽ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്ത് അവസാനം അത് 95 94 ഞാൻ എണ്ണിക്കൊണ്ട് വന്നത്. പക്ഷേ അവസാനം ഇവിടെ വന്ന് മാർക്കൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായി ഞാൻ 95 അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അതിലെൻ്റെ 12 എണ്ണമാണ് നെഗറ്റീവ്. 12 വലിയ നെഗറ്റീവ് അല്ല ഈ പേപ്പറെ സംബന്ധിച്ച് എന്ന് ഒക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ട്. ഞാൻ കുറേ പേർക്ക് കുറേ നെഗറ്റീവ്, മലയാളമൊക്കെ കുറേ നെഗറ്റീവൊക്കെ അടിച്ച് അതിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടെന്നല്ല, എന്നാലും 2 നെഗറ്റീവ് വന്നുള്ളൂ. അപ്പോൾ 12 നെഗറ്റീവ് ഉണ്ടായി. അങ്ങനെ എനിക്ക് എത്രയാണ് 79 മാർക്കാണ് കിട്ടിയത് കേട്ടോ. 79 മാർക്ക്. 75+ മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ ചിലർ വിശ്വസിക്കുന്നേ ഇല്ല. അങ്ങനെ ഉണ്ട് 75+. ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലെ കമൻറ്റ് ബോക്സ് ആണെങ്കിലും ടെലഗ്രാമിലെ മെസ്സേജസ് ആണെങ്കിലും അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ആരും ഇരിക്കരുത്. 75+ ഉള്ള ഇപ്പം നല്ല മാർക്കുള്ളവരാരും പുറത്തോട്ട് വന്ന് പറയില്ല. അത് നമുക്ക് റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുമ്പോഴേ നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ. ഇത്രയൊക്കെ മാർക്കുള്ളവരുണ്ടായിരുന്നു, ഇവരൊക്കെ എവിടെയായിരുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അതൊക്കെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ടൈമിൽ തൊട്ട് നമുക്ക് മനസ്സിലായ കാര്യമാണ്. 65 എബോ അല്ലെങ്കിൽ 60 എബോ ഒക്കെ ഇത്രയും ആൾക്കാരുണ്ടെന്ന് ആ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ പേപ്പർ വന്നപ്പോൾ നമുക്ക്, റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായത്. കാരണം അത്രയും മാർക്കുള്ളവർ ഒരിക്കലും പുറത്തോട്ട് വന്നിട്ട് പറയില്ല. അപ്പോൾ 75 എബോ എന്തായാലും എനിക്ക് ഫൈനൽ കീ വന്നാലും ഒരു 75 എബോ മാർക്ക് എന്തായാലും ഉണ്ടാവും. 75 എബോ മാർക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതിൽ പ്രൊഫഷണൽ വെച്ചിട്ട് എനിക്കിപ്പോൾ 79 മാർക്കാണ്. അത് അങ്ങോട്ട് മാറാൻ ചാൻസ് ഇല്ല, ഇങ്ങോട്ട് മാറാൻ ചാൻസ് ഉണ്ട് അല്ലേ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരാം, എന്നാലും അധികം ചേഞ്ചസ് വരാൻ ചാൻസ് ഇല്ല. പിന്നെ മിക്കുള്ളവരുടെ ഒരു ഇതിൽ കട്ട് ഓഫ് എന്ന് ഞാൻ പറയുന്നൊന്നുമില്ല, അതിനൊന്നും ഞാൻ അർഹയല്ല. ഒരു 60 to 70 മാർക്കിൻ്റെ ഇടയിലാണ് കുറേ പേരൊക്കെ തോന്നുന്നു. 60 താഴെയുള്ള കുറേ പേരുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഈ ഒരു റേഞ്ചിലാണ് ഞാൻ എൻ്റെ കോച്ചിങ് സെൻറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 60 to 70 റേഞ്ചിലാണ് കുറേ പേർക്കൊക്കെ ഉള്ളത്. പിന്നെ ചില വീഡിയോസിലൊക്കെ പറയുന്ന പോലെ 65 എബോ ഉള്ളവർക്കൊക്കെ റാങ്ക് ലിസ്റ്റിൽ വരാൻ ജോലിക്ക് സാധ്യത ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം ആരും വിഷമിക്കൊന്നും വേണ്ട. ഇനി എക്സാംസ് ഒക്കെ വരുന്നുണ്ടല്ലോ, ഇതിൽ കയറിയില്ലെന്നും പറഞ്ഞിട്ട് ഇനിയും എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ നവംബറിൽ ലാബ് അസിസ്റ്റൻറ്റ്, 12th ലെവൽ ലാബ് അസിസ്റ്റൻ്റ് ഉണ്ട്, LSGD ഉണ്ട്, പിന്നെ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു എക്സാം വരുന്നുണ്ട്, പിന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് OA വരുന്നുണ്ട്. അങ്ങനെ എക്സാംസിനൊന്നും ഒരു കുറവും ഇല്ല. അപ്പോൾ ഈ വട്ടം നമുക്ക് സംഭവിച്ച തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കുക. വളരെ ശ്രദ്ധയോടെ കുറച്ചൊക്കെ നെഗറ്റീവൊക്കെ കുറച്ച്, നമുക്ക് നെഗറ്റീവ് തീരെ കുറയ്ക്കാന്ന് വെച്ചിട്ട് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല കേട്ടോ. കുറച്ചൊക്കെ റിസ്ക് ഒക്കെ എടുക്കണം. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ അറ്റംപ്റ്റ് ചെയ്യാമെന്നൊക്കെ ഉള്ളൂ പറയാനുള്ളത്. അടുത്ത സെപ്റ്റംബർ 7 എക്സാം ഉള്ളവർ ഇതൊന്നും കണ്ടൊന്നും പേടിക്കൊന്നും വേണ്ട. നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇനിയിപ്പോൾ എന്ത് കാണിക്കാനല്ല, ഇനി കുറച്ച് സമയമല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി മാക്സിമം റിവിഷൻ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ പറയാം. ചിലപ്പോൾ അവർ ഈ വീഡിയോ കാണുന്നുണ്ടാവും, ഞാൻ പറഞ്ഞില്ല അവർ വീഡിയോ കാണുന്നുണ്ടാകുന്നു. അപ്പം ഇനിയുള്ള എക്സാംസിനുള്ളവർ മാക്സിമം റിവിഷൻ ഒരിക്കലും കളയരുത് കേട്ടോ. നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല, പഠിച്ച കാര്യം റിവിഷൻ ചെയ്തില്ലെങ്കിൽ എക്സാമിന് പോയിരിക്കുമ്പോൾ ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവിഷൻ ചെയ്യാൻ നോക്കാം. അതാണ് ഞാൻ എല്ലാ എക്സാം എഴുതുമ്പോൾ എനിക്ക് കിട്ടുന്ന പാഠം. റിവിഷൻ ചെയ്യാത്തതിൻ്റെ കുറവുണ്ട്, അങ്ങനെയുള്ള പാഠമാണ് എനിക്ക് എപ്പോഴും കിട്ടാറുള്ളത്. അപ്പോൾ അങ്ങനെ മാക്സിമം റിവിഷൻ ചെയ്തിട്ട് തന്നെ എല്ലാവരും പോവാം. പിന്നെ ഈ 79 മാർക്ക് കണ്ടിട്ടൊന്നും ആരും വിഷമിക്കൊന്നും വേണ്ട. ഇപ്പോൾ 68, 65 ഒന്നും കിട്ടിയവരൊന്നും വിഷമിക്കൊന്നും വേണ്ട. ഇത് ഇങ്ങനെയൊക്കെയോ കിട്ടി, അത്രേ ഉള്ളൂ. എനിക്ക് നല്ല നെഗറ്റീവ്, ഞാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അറ്റംപ്റ്റ് ചെയ്തിട്ട് 12 നെഗറ്റീവൊക്കെ വന്നു. ഞാൻ പിന്നെ എൻ്റെ അറ്റംപ്റ്റ് കൂടുതലായിരുന്നു, 94 ഒക്കെ. ഞാൻ ഭയങ്കരമായിട്ട് റിസ്ക് എടുത്തു, അതെന്നെ പറയാമല്ലോ. ഞാനിങ്ങനെ പിടിച്ചിട്ടൊന്നും എഴുതിയില്ല, ഞാൻ നല്ലതായിട്ട് റിസ്ക് എടുത്തു. എന്തിനൊന്നും എനിക്കറിയത്തില്ല, ബുദ്ധിയില്ലാത്തതുകൊണ്ടൊന്നും അറിയില്ല. റിസ്ക് എടുത്തു, എന്തായാലും റിസ്ക് എടുത്തിട്ട് ചെയ്തുകൊണ്ട് തന്നെ നെഗറ്റീവ് കൂടിയിട്ടും എനിക്ക് കുറച്ച് മാർക്കുണ്ട്. പക്ഷേ ഇത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. 60 റേഞ്ചിലാണ്, ഞാൻ പറഞ്ഞത് 60 റേഞ്ചിലാണ് കുറേ പേരുടെ മാർക്കുള്ളത്. അപ്പോൾ അത് പേടിക്കണ്ട. പക്ഷേ മാർക്കുണ്ടെന്ന് വെച്ചിട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പഠിക്കാണ്ടിരിക്കേണ്ട. അടുത്ത എക്സാംസിന് എല്ലാവരും പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ.